ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദൃശ്യ ന്യൂസ് ഒരുക്കുന്ന രാഷ്ട്രീയ സംവാദ പരിപാടി ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പോരാട്ടവുമായി ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കങ്ങഴ പഞ്ചായത്തിലാണ്. കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിലെ കങ്ങഴ പഞ്ചായത്തിന്റെ വികസനങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളുമെല്ലാം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആദ്യമായി ഡയസിൽ എത്തിയിരിക്കുന്ന ആളുകളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കങ്ങഴ പഞ്ചായത്ത് പ്രസിഡന്റ് KS റംല ബീഗം, സ്വാഗതം. അടുത്തത് പ്രതിപക്ഷം അജി തകടിയൽ, സ്വാഗതം. അടുത്തത് LDF പ്രതിനിധി അഡ്വക്കേറ്റ് CK ജോസഫ്, സ്വാഗതം. UDF പ്രതിനിധി CV തോമസ് കുട്ടി, സ്വാഗതം. BJP പ്രതിനിധി PC നായർ, സ്വാഗതം. ആദ്യം പ്രസിഡന്റിലേക്ക് കടക്കാം. ഈ കഴിഞ്ഞ 5 വർഷം കങ്ങഴ പഞ്ചായത്തിൽ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചു? 2020 ഡിസംബർ 20-ന് അധികാരത്തിൽ വന്ന് 5 വർഷം ഭരണ നേതൃത്വത്തിലിരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഈ 5 വർഷക്കാലം എന്നോടൊപ്പം ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൂടെ നിന്ന നല്ലവരായ നാട്ടുകാരോടും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാരി വ്യവസായി സമൂഹത്തോടും എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുവാനായി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നമ്മളുടെ പശ്ചാത്തല മേഖല എന്ന് പറയുന്ന റോഡ് നിർമ്മാണത്തിൽ നമ്മൾ 110 ഗ്രാമീണ റോഡുകൾ ഈ കാലയളവിൽ പുനർനിർമ്മിച്ചു. ആകെയുള്ള ഗ്രാമീണ റോഡുകളുടെ നീളം 163.5 കിലോമീറ്ററാണ്. ത്രിതല പഞ്ചായത്ത്, അതുപോലെ തന്നെ സർക്കാരിൻ്റെ കിഫ്ബി പദ്ധതി, MP MLA, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഇവയെല്ലാം കൂടെ ചേർന്ന് 70 കോടി രൂപയുടെ നവീകരണം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു. ഓക്കെ, അടുത്ത മേഖല. അതിലൊന്നുകൂടി ചേർത്ത് പറയട്ടെ, നമ്മുടെ കങ്ങഴയുടെ ഹൃദയഭാഗത്ത് കൂടി കടന്നു പോകുന്ന പഞ്ചായത്ത് പടി മുതൽ പത്തനാട് മുതൽ മുലപ്പീടിക വരെയും കാഞ്ഞിരപ്പാറ മുതൽ എടരിക്കപ്പുഴയുമുള്ള റോഡ് ദേശീയ നിലവാരത്തിൽ 36 കോടി രൂപയുടെ പദ്ധതിയാണ് നടന്നു വരുന്നത്. അതിൻ്റെ പണിയുടെ പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. PMGSY പ്ലാക്കപ്പടി വെള്ളാവൂർ റോഡ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഫണ്ട് വെച്ചിരിക്കുന്ന കൊടുങ്ങൂർ പ്രസിൻ്റെ പടി മുതൽ കൊന്നക്കൽ വരെ എത്തുന്ന റോഡ് കൂടിയാകുമ്പോൾ കങ്ങഴയിലെ എല്ലാ PWD റോഡുകളും BM&BC നിലവാരത്തിലേക്ക് മാറുന്നു എന്നുള്ള ഒരു സന്തോഷം ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ സാധിച്ചു? ആരോഗ്യ മേഖലയിൽ നമുക്ക് ബ്ലോക്കിന് കീഴിലാണെങ്കിൽ നമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രം നമ്മുടെ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതിന് 5 സബ് സെൻ്ററുകളാണ്. ഈ സബ് സെൻ്ററുകളിൽ കൂടി നമ്മൾ കുട്ടികളുടെയും പ്രത്യേകിച്ചും വനിതകളുടെയും ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഓരോ മാസവും NCD ക്യാമ്പുകൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് പരിചരണ രംഗത്ത് നമ്മുടെ ആശാവർക്കർമാർ, നഴ്സ്, ആരോഗ്യ മേഖലയിലുള്ള ജീവനക്കാരെല്ലാവരും കൂടി ചേർന്ന് നല്ല ഒരു പുരോഗതിയാണ് ഉണ്ടാകുന്നത്. 157 പാലിയേറ്റീവ് രോഗികളെ കൃത്യമായി പരിചരിക്കുന്നതിനും പാലിയേറ്റീവിൻ്റെ ഒരു വലിയ കുടുംബ സംഗമം നടത്തി നിർധനരായ പാലിയേറ്റീവുകാർക്ക് കിറ്റ് വിതരണം ഉൾപ്പെടെ നമുക്ക് നടത്തുന്നതിന് ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, കായിക മേഖലയിൽ എന്തൊക്കെ വികസനം കൊണ്ടുവന്നു? കായിക മേഖലയിൽ നമുക്ക് ഒരു കളിക്കളം ഇല്ല എന്നുള്ള ഒരു ചെറിയ കുറവുണ്ട്. പക്ഷേ മുണ്ടത്താനത്ത് നമുക്കൊരു പ്ലേ ഗ്രൗണ്ടുണ്ട്. എല്ലാ കേരളോത്സവത്തിലും നമ്മൾ നമ്മുടെ നെടുങ്കുന്നം പഞ്ചായത്തിൻ്റെ ടർഫ് ഏറ്റെടുത്തുകൊണ്ട് കുട്ടികളുടെ എല്ലാവിധ കേരളോത്സവത്തിലെ കായിക മത്സരങ്ങളെല്ലാം നടത്തുന്നു. അതിൽ അഭിമാനത്തോടെ പറയട്ടെ, ഈ വർഷം ബ്ലോക്കിൻ്റെ കേരളോത്സവം ഓവറോൾ ചാമ്പ്യന്മാരായി മാറുവാനും നമ്മുടെ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സാങ്കേതിക കാരണം കൊണ്ടാണ് നമ്മുടെ ഒരു കളിക്കളത്തിന് വേണ്ടി നമ്മൾ ആദ്യഘട്ടം മുതൽ പരിശ്രമിച്ചുവെങ്കിലും അത് അല്പം നൂലാമാലയിൽപ്പെട്ടിട്ടുണ്ട്. സാങ്കേതിക പിഴവുകൾ നികത്തി അത് ഉടനെ തന്നെ ആരംഭിക്കാൻ കഴിയും. നമ്മൾ ഒരു വയോജന ഉല്ലാസ പാർക്ക്, അവിടെ ഒരു കളിക്കളം, ബാഡ്മിൻ്റൺ കോർട്ട് ബ്ലോക്ക് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപയാണ് അതിന് നീക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, കാർഷിക മേഖലയിൽ എന്തൊക്കെ വികസനം കൊണ്ടുവന്നു? കാർഷിക മേഖലയിൽ നമ്മളുടെ കൃഷി ഓഫീസും അതുപോലെ തന്നെ ബ്ലോക്കിൻ്റെ കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ ഓഫീസും നമ്മുടെ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാലാകാലങ്ങളിൽ നമ്മൾ കുട്ടികൾക്കും അതുപോലെ തന്നെ കൃഷിക്കാർക്കും വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. കൂടാതെ കേര ഗ്രാമം പദ്ധതി നമ്മൾ കേര കർഷകർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് തെങ്ങിൻ്റെ മണ്ട തെളിക്കൽ, അതുപോലെ തന്നെ വളം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ക്ഷീരഗ്രാമം പദ്ധതിയും കൂടി അതിലുൾപ്പെടുത്തി തന്നെ
വന്നിട്ടുണ്ട്. ഓക്കെ, ലൈഫ് പദ്ധതി പ്രകാരം എത്ര അപേക്ഷകൾ വന്നു, എത്ര വീടുകൾ നിർമ്മിച്ചു നൽകി? നമുക്ക് അപേക്ഷകൾ വന്നിട്ടുള്ളത് 112 ഭൂരഹിത ഭവനരഹിതരും അതുപോലെ തന്നെ 112 ഭൂമിയുള്ള ഭവനരഹിതരും ആണ്. 2020 പദ്ധതിയിൽ 18 കുടുംബങ്ങൾക്ക് കൂടി സ്ഥലം ഏറ്റെടുത്തു കൊടുക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ അവിടെ നമ്മൾ ഈ ഭരണസമിതി, ഞാൻ വീണ്ടും പറയുന്നു, ഭരണസമിതി രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് 68 സെൻറ്റ് സ്ഥലം മനസ്സോടിത്തിരി മണ്ണ എന്ന പദ്ധതിയിൽ ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥലം കിട്ടിയിട്ടുള്ള ഒരു പഞ്ചായത്താണ്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ 13 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള സ്ഥലം ഇന്നലെ അതിൻ്റെ പ്രഖ്യാപനം നടന്നു, തിരഞ്ഞെടുത്തിട്ടുണ്ട്. 168 വീടുകൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ നിർമ്മിച്ച് നൽകിയതും നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ട് 168 വീടുകളുണ്ട്. ഓക്കെ, പ്രസിഡന്റിലേക്ക് തിരികെ വരാം. അടുത്തത് പ്രതിപക്ഷം. ഇപ്പോൾ ആരോഗ്യ മേഖല, കായിക മേഖല, ടൂറിസം മേഖല തുടങ്ങിയ എല്ലാ മേഖലകളിലെയും വികസനം എന്തൊക്കെയാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു 5 വർഷ കാലഘട്ടത്തിലെ ഭരണത്തെ നോക്കിക്കാണുന്നത്? നമ്മുടെ ഈ കങ്ങഴ ഗ്രാമപഞ്ചായത്തിൻ്റെ 5 വർഷത്തെ ഭരണമെന്ന് പറഞ്ഞാൽ ഒരു 50% പോലും വികസനങ്ങൾ ഈ കങ്ങഴ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. നമുക്കറിയാം, ഏത് ഗവൺമെൻറ് സംസ്ഥാനത്ത് ഭരിച്ചാലും ഏത് ഭരണസമിതി ഗ്രാമപഞ്ചായത്തുകൾ ഭരിച്ചാലും കൃത്യമായ ഒരു ഫണ്ടുകൾ കൃത്യമായി അലോട്ട് ചെയ്യാറുണ്ട് പഞ്ചായത്തുകൾക്ക്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഫണ്ടാണെങ്കിലും മെയിൻ്റനൻസ് ഗ്രാൻ്റ് ആണെങ്കിലും പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടടക്കം. അപ്പം ഇത്തരം ഫണ്ടുകൾ കിട്ടിയത് നമ്മൾ ഇവിടെ കുറച്ച് ഉപയോഗിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും ഒരു പുതിയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരു നേട്ടങ്ങളൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, നമുക്ക് ഈ കിട്ടിയ ഫണ്ടിൽ നിന്ന് 2004-2005 എനിക്ക് തോന്നുന്നു 5,54,00,000 രൂപയായിരുന്നു മെയിൻ്റനൻസ് ഗ്രാൻഡ്. ഏതാണ്ട് 100 പ്രോജക്റ്റുകളാണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയത്. റോഡുകൾ, അംഗൻവാടിയുടെ മെയിൻ്റനൻസ്, സ്കൂളിൻ്റെ മെയിൻ്റനൻസുകൾ അടക്കമുള്ള കാര്യങ്ങൾ. അതിനകത്ത് 2,54,00,000 രൂപ ലാപ്സാക്കി കളഞ്ഞ ഒരു പഞ്ചായത്തായി. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, 40 പ്രോജക്റ്റുകൾ നമുക്ക് സ്പിൽ ഓവറായി. കാരണം നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു വാർഷിക ബഡ്ജറ്റ് ഏകദേശം 20 കോടി രൂപയുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു വർഷം 2.5 കോടി രൂപയുടെ ലാപ്സ് ആ മേഖലയിൽ മാത്രം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം അത് ആ ഭരണസമിതിയുടെ നേട്ടമാണോ കോട്ടമാണോ എന്ന് വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ കിഫിയെ സംബന്ധിച്ച് പറഞ്ഞു, മറ്റേ പ്രധാന റോഡ്, അത് MP-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം നമുക്ക് പ്ലാക്കപ്പടി വെള്ളാവൂർ റോഡും നമുക്ക് സാധിച്ചു. അത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒരു ക്രെഡിറ്റായിട്ടും കാണുന്നില്ല, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ക്രെഡിറ്റും അല്ല. കാരണം ഈ കടമെടുത്തിട്ട് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. 1967 EMSൻ്റെ ആദ്യത്തെ മന്ത്രിസഭ മുതൽ 2016 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരമൊഴിയുന്നത് വരെ നമ്മുടെ പൊതുകടം 1,54,000 കോടിയായിരുന്നെങ്കിൽ 10 വർഷം കൊണ്ട് 6 ലക്ഷം കോടിയാണ്. അപ്പോൾ കടമെടുത്ത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കിഫിയുടെ ഒരുപാട് റോഡുകൾ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സഞ്ചാരയോഗ്യമായ റോഡുകളാണോ നമ്മുടെ പഞ്ചായത്തിലുള്ളത്? പഞ്ചായത്തിൽ സഞ്ചാരയോഗ്യമായ റോഡുകൾ 50% പോലും ഇല്ല. അത് ഇല്ലയെന്ന് മാത്രമല്ല, ഇപ്പം അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഈ കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായി ബാധിക്കുന്ന മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രദേശമാണ് കങ്ങഴ. അപ്പം നമുക്ക് ഈ ജലജീവൻ പദ്ധതി എന്ന് പറയുന്ന യാതൊരു പ്ലാനിങ്ങും ഇല്ലാഞ്ഞൊരു പരിപാടി. അതിനകത്ത് 2024 ആ പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ട് കങ്ങഴ ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ വീടുകളിലും വെള്ളം എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഈ റോഡുകൾ മുഴുവൻ കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞൊരു സാഹചര്യമുണ്ട്. എന്നാൽ ഇവരോട് 3 മാസം കൊണ്ട് ഈ കോൺക്രീറ്റ് പൊട്ടിക്കുന്നത് കൃത്യമായിട്ട് പുനഃസ്ഥാപിക്കാം എന്നുള്ള എഗ്രിമെൻറ്റിലാണ് പഞ്ചായത്ത് ഈ ജലജീവൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. എന്നാലിപ്പം വർഷം 1.5 കഴിഞ്ഞിട്ടും ഈ റോഡുകളുടെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏജൻസിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനകത്ത് വളരെ ഒരു ഗൗരവമില്ലാത്തൊരു നിലപാടാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യാതെ പോയിട്ട്. പഞ്ചായത്ത് കമ്മിറ്റിയിലൊക്കെ നമ്മൾ വളരെ ഗൗരവമായിട്ട് ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നാളിതുവരെയായിട്ടും തീരുമാനം ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് റോഡുകൾ മുഴുവൻ ആകെ വല്ലാത്തൊരവസ്ഥ കിടക്കുന്ന സാഹചര്യമുള്ളത്. ഓക്കെ, അങ്ങനെയൊക്കെ തിരിച്ചു വരാം. അടുത്തത് LDF പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നമ്മുടെ റോഡുകളുടെ അവസ്ഥ
കുത്തിപ്പൊളിച്ചിട്ട് അത് റെഡിയാക്കിയിട്ടില്ല. ജൽജീവൻ പദ്ധതിക്കായിട്ട് ഒരു കുഴി എടുത്തിട്ട് ആ കുഴി കൃത്യമായിട്ട് മൂടിയിട്ടില്ല. പിന്നെ പഞ്ചായത്തിന്റെ വികസനം കൂടുതൽ തലങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങ് എങ്ങനെയാണ് ഈ ഒരു 5 വർഷക്കാലത്തെ നോക്കിക്കാണുന്നത്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ അഭിമാനത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് നോക്കിക്കാണുന്നത്. ഈ നമ്മുടെ രാജ്യത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വരുന്നത് 1995-ലാണ്. രാജ്യത്തൊട്ടാകെ 3 ടയർ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നെങ്കിലും 1996-ലെ VK നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി തുകയുടെ 40% ത്രിതല പഞ്ചായത്തുകൾക്ക് വേണ്ടി നീക്കിവെച്ചത്. അതായത് ഗവൺമെൻറ് 1 കോടി രൂപയുടെ പദ്ധതിയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിൽ 40 ലക്ഷം രൂപ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികളും ചെലവഴിക്കുക എന്നുള്ള ഏറ്റവും വിപ്ലവകരമായൊരു തീരുമാനം 1996-ലെ ഇടതുപക്ഷ ഗവൺമെൻറ് എടുക്കുമ്പോഴാണ് ഈ അധികാര വികേന്ദ്രീകരണത്തിന് അർത്ഥവും വ്യാപ്തിയും ഉണ്ടായി. നമ്മുടെ നാട്ടിൽ ആ കാലത്ത് ഗ്രാമസഭകൾ ഒരു പുതിയ വാർത്തയായിരുന്നു. സെക്ടറൽ കമ്മിറ്റികൾ, BLEC, BLTC, അങ്ങനെ എപ്രകാരം വികസനം നടത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് അതുവരെ രാജ്യത്ത് ഒരു മാതൃകയില്ലാതിരുന്ന ഒരു പുതിയ വികസന സംസ്കാരം 1996-ൽ ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം ലഭിച്ചു. അതിനു മുൻപ് ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിന് ഈ പഞ്ചായത്ത് പ്രദേശത്തെ ഒരാൾ മരിച്ചാൽ ഒരു റീത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ആ പൈസ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ചെലവഴിക്കാൻ കഴിയില്ലാതിരുന്ന ഒരു കാലം. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് പകരം എക്സിക്യൂട്ടീവ് ഓഫീസർമാരുണ്ടായിരുന്ന ഒരു സ്ഥിതി. ആ സ്ഥിതി മാറി എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക് പകരം സെക്രട്ടറിമാർ വരുന്നു. പഞ്ചായത്തിൻ്റെ പദ്ധതികൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് 2.5 കോടി രൂപ നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ ഒരു കാലത്ത് 10 വർഷം കൂടുമ്പോൾ 10 ലക്ഷം രൂപ പോലും ലഭ്യമല്ലാതിരുന്ന ഒരു സ്ഥാനത്ത് നമ്മുടേതുപോലൊരു കൊച്ചു പഞ്ചായത്ത് അടക്കമുള്ള കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തുകളും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങിയ ഒരു കാലം. ഗ്രാമസഭയിൽ പോയ ഒരു കാര്യം പറഞ്ഞാൽ അത് നേടുന്ന ഒരു കാലം. അങ്ങനെ ജനകീയാസൂത്രണത്തിൻ്റെ അന്തസത്ത ഉയർത്തിക്കൊണ്ടുവന്ന് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ആ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസാരഥ്യം ആരായിരുന്നാലും ശരി, LDF ആണെങ്കിലും UDF ആണെങ്കിലും മറ്റേത് പാർട്ടികളായിരുന്നാലും ശരി, ആ സ്ഥാപനങ്ങളിലേക്ക് ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരു മാനദണ്ഡം തീരുമാനിച്ചു. അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഏത് പാർട്ടിയാണെന്നുള്ള നിലയിലല്ല മാനദണ്ഡം സർക്കാർ തീരുമാനിച്ചത്. അവിടുത്തെ പോപ്പുലേഷൻ, അവിടുത്തെ പട്ടികജാതി പട്ടികവർഗ ജനസംഖ്യ, വനിതകളുടെ ജനസംഖ്യ, ഇത്തരം കാര്യങ്ങളിലടക്കം സർക്കാർ കൃത്യമായ ഒരു മാനദണ്ഡം തീരുമാനിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ച തരത്തിലുള്ള 1000-ന് അടുത്ത് വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ അടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ പദ്ധതി തുക കൃത്യമായി വീതിച്ചു നൽകുകയാണ്. അങ്ങനെ വീതിച്ചു നൽകിയപ്പോൾ ഇവിടെ 1996-ന് മുൻപുള്ള ഒരു കങ്ങഴയാണോ ഇന്ന് നമ്മുടെ കങ്ങഴ? 1996 മുതൽ അല്ലെങ്കിൽ 95 മുതൽ 2025 വർഷം വരെയുള്ള ഈ കാലയളവിൽ ഈ കൊച്ചു പഞ്ചായത്തിൻ്റെ ഭരണസിരാ കേന്ദ്രം പ്രബുദ്ധരായ കങ്ങഴ നിവാസികൾ ഒരു പരിമിതമായ കാലയളവ് ഒഴികെ 1/4 നൂറ്റാണ്ട് കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയാണ്, നേതാക്കന്മാരെയാണ് അതിൻ്റെ ഭരണസാരഥ്യം ഏൽപ്പിച്ചത് എന്ന് ഈ അവസരത്തിൽ അഭിമാനത്തോടും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുൻപാകെ വളരെ വിനയത്തോടു കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ 25 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ഏത് വികസന മേഖല എടുത്ത് പരിശോധിച്ചാലും, റോഡാണെങ്കിലും പാലങ്ങളാണെങ്കിലും വീട് നിർമ്മിച്ചതാണെങ്കിലും വീട് അറ്റകുറ്റപ്പണിയാണെങ്കിലും കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളാണെങ്കിലും നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് ഈ കൊച്ചു ഗ്രാമത്തെ വളർച്ചയുടെ പുതിയ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തി ഈ കഴിഞ്ഞ 1-ാം തീയതി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കേരളത്തിൽ അതീവ ദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4.5 വർഷക്കാലം ഈ പഞ്ചായത്ത് പ്രദേശത്തും LDF, UDF അതുപോലെ BJP മെമ്പർമാരടക്കമുള്ള ആളുകളും നിശബ്ദമായി ഒരു പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. നമ്മുടെ പഞ്ചായത്തിൽ അതിദാരിദ്ര്യമുണ്ടോ? വലിയ റോഡും അല്ലെങ്കിൽ വാസയോഗ്യമായ വലിയ രമ്യകർമ്മങ്ങളും
ഒക്കെ ഒരു ഭാഗത്ത് വരുമ്പോൾ നിന്ദിതരും പീഡിതരുമായി കഴിയാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ആലംബഹീനരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഈ പ്രദേശത്തുണ്ടോ എന്നുള്ളൊരു പരിശോധന ഈ പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും നടത്തിയപ്പോൾ 3 ആളുകൾ ആ പട്ടികയിൽ കണ്ടെത്തി, 3 4 ആളുകൾ. അത്തരം ആളുകളെ കൂടി നമ്മളോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിലപാടുകൾ, നടപടികൾ സ്വീകരിച്ച ഒരു പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയിൽ അത്തരം വികസന നേട്ടങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശ്രദ്ധേയമായ മുഖമുദ്ര ഈ നാട്ടിൽ മതസാഹോദര്യം നിലനിർത്തുക എന്നുള്ളതാണ്. ഈ നാട്ടിലെ മതസാഹോദര്യം നിലനിർത്താനും ഒറ്റ സെന്റൻസ് അവസാനിപ്പിക്കാം. മതസാഹോദര്യം നിലനിർത്തിക്കൊണ്ട് ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം സഹോദരി സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷം ഈ നാട്ടിൽ നിലനിർത്താൻ 1/4 നൂറ്റാണ്ട് കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ കഴിഞ്ഞിട്ടുണ്ട്. ഈ 1/4 നൂറ്റാണ്ട് കാലത്ത് ഒരിക്കലും പഞ്ചായത്തുമായി ബന്ധപ്പെട്ടോ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ടോ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടോ ഒരു അഴിമതിയുടേതോ സ്വജനപക്ഷപാതത്തിൻ്റെതോ ആയിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാതെ ഈ പ്രസ്ഥാനം ഈ പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് കൃത്യമായി അവരെ നോക്കി നടത്തിയിട്ടുണ്ട് എന്നുള്ള എളിയ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ അവസരത്തിൽ ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ UDF പ്രതിനിധിയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം ഇവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഈ ഒരു 5 വർഷക്കാലത്തെ നോക്കിക്കാണുന്നത്? ഈ 5 വർഷക്കാലം ഞാനും ഈ പഞ്ചായത്തിലെ ജനപ്രതിനിധിയാണ്. കഴിഞ്ഞ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് രാജീവ് ഗാന്ധിയുടെ സ്വപ്ന സാക്ഷാത്കാരം 95 മുതൽ ഒരിടവേള 5 വർഷക്കാലം 2010-15 കാലഘട്ടത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയാണ് ഈ പഞ്ചായത്ത് ഭരിച്ചത്. ബാക്കി 25 വർഷക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിച്ചത്. ഇവിടെ കൂടിയിരിക്കുന്നവർ അന്ധന്മാരല്ല, ബധിരന്മാരല്ല, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മളെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ അടിയന്തര ആവശ്യങ്ങൾ എന്തൊക്കെ പരിഹരിക്കപ്പെട്ടു എന്ന് ഒത്തിരി അതിദരിദ്രരില്ല എന്നൊക്കെ പറഞ്ഞത് ബീഹാർ പോലുള്ള സംസ്ഥാനമൊക്കെ ആകാം, എന്തുമാട്ടെ കേരളത്തിൽ അതിൻ്റെ കണക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക. എന്താ ഇവിടെ അടിസ്ഥാനപരമായി കുടിവെള്ളം ഈ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തപ്പെടാതെ ഉണ്ട്. റോഡുകളെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്നും തെറി കേൾക്കുന്ന മെമ്പർമാരാണ്. പ്രധാനപ്പെട്ട മണിമല കറുകച്ചാൽ റോഡോ അല്ലെങ്കിൽ മറ്റ് PWD റോഡുകൾ PMBC നിലവാരത്തിൽ ഉയർത്തപ്പെട്ടു എന്നത് ശരി തന്നെയാണ്. ഗ്രാമീണ റോഡുകൾ വളരെ അന്ധകാരത്തിലാണ് കിടക്കുന്നത്. ആർക്കും ഒന്ന് പരിശോധിക്കുക. എൻ്റെ നിലവിലെ 12ാം വാർഡ് അടക്കം 11ാം വാർഡ് അടക്കം അവരുടെ മെമ്പർമാർ പ്രതിദാനം ചെയ്യുന്ന 15 വാർഡുകളിലും സഞ്ചാരയോഗ്യമല്ലാത്ത അനേക റോഡുകൾ ഇപ്പോഴും നിലവിലുണ്ട്. ഇവിടെ അജി സൂചിപ്പിച്ചതുപോലെ ജലജീവൻ മിഷൻ വളരെ സ്വപ്നമായി കേന്ദ്ര ഗവൺമെൻറ് ഏതാണ്ട് 70% കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത ഫണ്ടാണ്. 2025 മെയ് മാസത്തിൽ കമ്മീഷൻ ചെയ്യണമെന്നും പറഞ്ഞ് അതിനാവശ്യമായ ഫണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചതാണ്. ഇന്ന് എവിടെ നിൽക്കുന്നു ആ പദ്ധതി? നമ്മളെ പഞ്ചായത്ത് സ്ഥലമെടുത്തു കൊടുത്തു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി ഇല്ലായ്മ കൊണ്ട് ആ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. വെട്ടിപ്പൊളിച്ച റോഡുകൾ, ഏറുവരുന്ന ടാപ്പുകൾ, ഇതാണ് ജലജീവൻ മിഷൻ്റെ ഇന്നിവിടെ കാണുന്നത്. എന്തിനേറെ വാട്ടർ അതോറിറ്റി വളരെ ദയനീയ, ദിവസം പ്രതി ആളുകൾ ഫോൺ ചെയ്യുകയാണ്, ഞങ്ങൾക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞ്. ഇലക്കാട് പോലെ, പരുത്തിമൂട് പോലെ, ഇടവട്ട പോലെ, തണ്ണിപ്പാറ പോലെ, അതുപോലെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ കുടിവെള്ളം എത്തപ്പെടാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വൈദ്യുതിയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചില പ്രാഥമിക ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ ഇവിടുത്തെ റബ്ബറുമായി മറ്റ് അടിസ്ഥാന വാണിജ്യ വിളകളുമായി ഒക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രസ്ഥാനങ്ങൾ ഇവിടെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തിനേറെ നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇടയിലിക്കപ്പുഴയിൽ വളരെ വിപുലമായ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു മുറി പോലും വാടകയ്ക്ക് കൊടുക്കാൻ കഴിയാതെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയ ആ കെട്ടിടം അവിടെ നിൽക്കുകയാണ്. ഏത് മേഖലയിലാണ് എടുത്തു പറയേണ്ടത്? ഫണ്ട് പ്ലാൻ പദ്ധതി പ്രകാരം ഫണ്ട് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ പൂർണ്ണമായിട്ടും വിനിയോഗിക്കുന്നുണ്ടോ? കാലങ്ങളായിട്ട് വിനിയോഗിക്കപ്പെടാതെ പോകുന്നുണ്ട്. അതിനും പ്രധാന പല കാരണങ്ങളുണ്ട്. ഒരു പദ്ധതി ആരംഭിച്ച് അത് ഡിസംബർ മാസം അല്ലെങ്കിൽ മാർച്ച് മാസം അത് എക്സ്പെൻഡിച്ചർ ആയാൽ
ആ ബില്ലുകൾ കൊടുക്കും, അല്ലെങ്കിൽ അന്ന് ട്രഷറി എല്ലാം ബാനാകും. മാർച്ച് മാസം അവസാനത്തിൽ ട്രഷറി മുഴുവൻ ബാനാകും, ബില്ലുകൾ മാറാതെ, അല്ലെങ്കിൽ ഏറ്റെടുത്ത പദ്ധതികൾക്ക് പണം കൊടുക്കാത്ത അവസ്ഥയാകും. വീണ്ടും അത് സ്പിൽ ഓവറായി മാറുന്നു. ആ സ്പിൽ ഓവറായി വരുമ്പോൾ അടുത്ത വർഷത്തെ ഫണ്ടിൽ നിന്ന് അത് കുറയുന്നു. അങ്ങനെ നമുക്കുണ്ട്. 2005-10 കാലഘട്ടത്തിൽ 40% ഫണ്ടാണ് ഇവിടെ വിനിയോഗിക്കാൻ കഴിഞ്ഞത്. ഗവൺമെൻറ് തന്ന ഫണ്ട് 40%. അങ്ങനെ ഇവിടെ നമ്മളെ സംബന്ധിച്ച് കങ്ങഴ വളരെ പ്രതീക്ഷ കങ്ങഴയിലെ ജനങ്ങൾക്കുണ്ട്. ഇവിടെ ബ്ലോക്ക് ഭരിക്കുന്നത് ഇടതുപക്ഷം, ജില്ല ഭരിക്കുന്നത് ഇടതുപക്ഷം, സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷം. എന്തെങ്കിലും നയപരമായി ഇവിടുത്തെ സമൂഹത്തിനെ ബാധിക്കുന്ന അടിയന്തര പ്രാധാന്യമുള്ള എന്തെങ്കിലും പ്രസ്ഥാനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് മാനുവലായി നാമമാത്രമായി നമുക്ക് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് റോഡിനൽപ്പം കോൺക്രീറ്റ് ചെയ്യുന്നിരിക്കാം, ടാറിട്ടെന്നിരിക്കാം, അല്പം അതും ഇതും മെയിൻ്റെനൻസ് ചെയ്തെന്നിരിക്കാം. ലൈഫ് പദ്ധതിയൊക്കെ ഇവിടെ അമ്പേ പരാജയമല്ലേ? ഓക്കെ, ഈ പഞ്ചായത്തിന് ലഭിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് ചെറിയ ചെറിയ നവീകരണ പ്രവർത്തനങ്ങളല്ലാതെ ജനങ്ങൾക്ക് കൂടുതലായി ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊന്ന് വെല്ലുവിളിച്ച് ഞാൻ പറയാം. ഞാൻ 25 കൊല്ലമായിട്ട് ഇവിടുത്തെ ജനപ്രതിനിധിയാണ്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഇതിന്റെ വ്യക്തമായ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഇത് അമ്പേ പരാജയമാണ്. പിന്നെ ഞങ്ങള് ഒച്ച വെച്ചില്ല എന്നുള്ളത് ശരിയാണ്. ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ പോകണം. അതുകൊണ്ട് ഞങ്ങൾ ഈ കാലങ്ങളിലൊക്കെ പ്രതിപക്ഷത്താണെങ്കിലും വളരെ സൗഹൃദ മനോഭാവത്തിൽ പോകുന്നു. അതുകൊണ്ട് എല്ലാം ശരിയായി, എല്ലാം നല്ലതായി എന്ന് ആരും കണക്കാക്കേണ്ട. നമ്മൾ എവിടെ എത്തിയിട്ടില്ല. ആ 95ന്റെ സ്ഥിതിയിൽ നിൽക്കുകയാണ് ഈ പഞ്ചായത്ത്. ഓക്കെ, അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഒരു നിമിഷം, അങ്ങയിലേക്ക് തിരിച്ചു വരാം. അടുത്തതായി BJP പ്രതിനിധിയിലേക്ക് കടക്കുകയാണ്. അങ്ങ് എങ്ങനെയാണ് LDFും UDFും അതുപോലെ തന്നെ പ്രസിഡന്റും പ്രതിപക്ഷവും എല്ലാം നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം സംസാരിച്ചു. BJP പ്രതിനിധി എന്ന നിലയിൽ അങ്ങ് എങ്ങനെയാണ് ഈ ഒരു 5 വർഷ കാലഘട്ടത്തിലെ ഭരണത്തെ നോക്കിക്കാണുന്നത്? നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തിയാൽ നമുക്കൊരു നേട്ടവും കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറഞ്ഞു. കങ്ങഴ പഞ്ചായത്തിലെ ഇപ്പോഴത്തെ 8ാം വാർഡിൽ നമുക്കൊരു സർക്കാർ ആശുപത്രിയുണ്ട്. നമ്മൾ ആ സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ അവിടെ ഏതാണ്ട് 4 ഡോക്ടർമാരാണ് ദിവസമുള്ളത്. ആ 4 ഡോക്ടർമാരിൽ 3 ഡോക്ടർമാർ 1 മണിയാകുമ്പോൾ ഇറങ്ങിപ്പോകും. ഉച്ച കഴിഞ്ഞ് 6 മണി വരെ ഒരു ഡോക്ടറാണ് അവിടെ ഉള്ളത്. അപ്പം ഈ ഉച്ച കഴിഞ്ഞ് 6 മണി വരെ ഇരിക്കുന്ന ഡോക്ടർക്ക് ഉച്ച കഴിഞ്ഞ് വരുന്ന ആ രോഗികളെ നോക്കാനായിട്ട് പറ്റുന്നില്ല. അദ്ദേഹത്തിനൊരു ചായ കുടിക്കാനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ഈ ആശുപത്രിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വെള്ളാവൂർ, കങ്ങഴ, കറുകച്ചാൽ, വാഴൂർ 4 പഞ്ചായത്തിൽ നിന്ന് ഏതാണ്ട് 100-300 പേര് ദിവസം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയാണ്. അതുപോലെ അവിടെ ഇപ്പം ചീട്ടെഴുതാൻ ആളില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഡ്രസ്സ് ചെയ്യുന്ന നേഴ്സ്, ഏതെങ്കിലും ഒരു രോഗി അവിടെ വരുമ്പം ഡ്രസ്സ് ചെയ്യുന്ന നേഴ്സ് ഡ്രസ്സ് ചെയ്തതിന് ശേഷം വന്നതിന് ശേഷമാണ് ഈ ചീട്ടെഴുതി കൊടുക്കുന്നത്. അപ്പം നമുക്കവിടെ ഒരു ഡോക്ടർ 24 മണിക്കൂറും അവിടെ ഒരു ഡോക്ടറുടെ സേവനം നമുക്ക് ആവശ്യമാണ്. വേണ്ടത്ര സ്റ്റാഫുകളില്ല. അതാണ് പ്രശ്നം. ഒരു മിനിറ്റ് ഇരിക്കുക, ഞാൻ പറയാം. അതുപോലെ തന്നെ അവിടെ ഫാർമസിസ്റ്റ്, രോഗികൾ ചീട്ടെടുത്ത് അവർക്ക് മരുന്നിന് എഴുതി കഴിയുമ്പോൾ ഒറ്റ ഫാർമസിസ്റ്റാണ് അവിടെ ഉള്ളത്. ഒരു ഫാർമസിസ്റ്റിനെ പ്രൈവറ്റായിട്ട് അവിടെ നിയമിച്ചു എന്നാണ് പറയുന്നത്. ആ ഫാർമസിസ്റ്റ് 1 മണിയാകുമ്പം ആ ഫാർമസിസ്റ്റ് ആശുപത്രി വിട്ടുപോകും. അതുപോലെ തന്നെ അവിടെ ഒരു ആംബുലൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കണം. ആ ആംബുലൻസ് ഇപ്പോൾ ഓടുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കാരണമെന്നാണ് നമുക്കറിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ആ ആംബുലൻസിനകത്ത് ഓക്സിജൻ സിലിണ്ടർ ഇല്ല, അത് ഓടുന്നില്ല. അതുപോലെ തന്നെ ഒരു എക്സ്റേ യൂണിറ്റ്, അവിടെ നമ്മൾ ഒരാവശ്യത്തിന് ഒരു രോഗി അവിടെ ചെന്ന് കഴിയുമ്പോൾ എക്സ്റേ എടുക്കണമെങ്കിൽ കാഞ്ഞിരപ്പള്ളിക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെയാണെങ്കിൽ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ പോയാൽ പോരെ? നമ്മൾ എന്തിനാണ് എടയിരിക്കപ്പുഴ ആശുപത്രിയിൽ വരുന്നത്? അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചു, നമ്മൾ എടയിരിക്കപ്പുഴയിലെ നമ്മുടെ ഒരു മാർക്കറ്റിംഗ് കോംപ്ലക്സ്, ഞാനും അതിന് പോയി ആശംസ പറഞ്ഞ മനുഷ്യനാണ് 5 വർഷം മുമ്പ്. അത് വെറുതെ അവിടെ കിടക്കുകയാണ്, യാതൊരു പ്രയോജനവും ഇല്ലാതെ. ആ 5 വർഷമായിട്ട് ആ കെട്ടിടം പണിത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി കെട്ടിടം പണിത് ആ കെട്ടിടം ഇന്ന് യാതൊരു പ്രയോജനമില്ലാതെ അവിടെ കിടക്കുന്നു. ആ പൈസ മുടക്കി നമുക്ക് പത്തനാട് കവലയിലെ നമുക്കൊരു വെയിറ്റിംഗ് ഷെഡ്, നമുക്കറിയാം, നിങ്ങൾ ഓരോരുത്തരും രാവിലെ നോക്കണം, ചങ്ങനാശ്ശേരിക്ക് പോകുന്ന ആൾക്കാരെ അവിടെ വെയിൽ കൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മണിമലയ്ക്ക് പോകുന്നവർ വെയിൽ കൊണ്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഒന്നും വേണ്ട, മുണ്ടത്താനത്തിന് പോകുന്നവരെ നിങ്ങളൊന്ന് നോക്കുക, അവിടെ ഒരു ബേക്കറിയുടെ തിണ്ണയിലിരിക്കുന്ന ഞാൻ ദിവസവും കാണുന്നതാണ്. ബേക്കറിയിൽ ആരെങ്കിലും കയറി വരുമ്പോൾ ഇവർ എഴുന്നേറ്റ് മാറിക്കൊടുക്കും. അമ്മമാരും പ്രായം ചെന്നവരും കഷ്ടപ്പെടുന്നത് നമുക്കറിയാം.
അപ്പോൾ ആ ഫണ്ട് ഇതിനു വേണ്ടി മുടക്കിയിരുന്നെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ എന്തൊരു വികസനമായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം മാലിന്യ നിർമ്മാർജ്ജനം. നമ്മളെ മൂലേപ്പീടികയിൽ നിന്ന് കങ്ങഴ പത്തനാട്ട് നിന്ന് മൂലേപ്പീടികയിലേക്ക് പോകുമ്പോൾ ചൂളപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പല പ്രാവശ്യം പഞ്ചായത്തിൽ ഇത് പരാതിപ്പെട്ടിട്ടുണ്ട്. ചൂളപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ദിവസം ഡെയിലി ഈ മാലിന്യങ്ങൾ കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുകയാണ്. അത് ദിവസം അതിന് നമുക്കവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ട് ലൈറ്റ് ബൾബ് ഇട്ടുകൊണ്ട് നമുക്കവിടെ ഒരു ക്യാമറ സ്ഥാപിക്കാൻ പറ്റിയാൽ, പഞ്ചായത്തിൻ്റെ ചെലവിൽ ഒരു ക്യാമറ സ്ഥാപിക്കാൻ പറ്റിയാൽ നമുക്കത് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റും. അത് നമ്മുടെ പഞ്ചായത്തിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ ഇപ്പം പറഞ്ഞു ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി വളരെ മോശമാണ്. ഒരൊറ്റ റോഡ് പോലും ഇല്ല. ഓരോ ഗ്രാമീണ റോഡിൻ്റെയും 100 മീറ്റർ അല്ലെ 50 മീറ്റർ മാത്രം വാർത്തുകൊണ്ട് ബാക്കി റോഡുകളെല്ലാം പൊട്ടിപ്പൊളഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പറഞ്ഞു ജലജീവൻ മിഷൻ്റെ വാട്ടർ അതോറിറ്റി വന്ന് വെട്ടിപ്പൊളിച്ച് അത് ശരിയായിട്ട് മൂടിയിട്ടില്ല. അത് മണ്ണ് മാത്രം ഇട്ടിട്ട് മഴ പെയ്ത് കഴിയുമ്പം ആ സൈഡിലെല്ലാം വെള്ളം കിടക്കുകയാണ്. അതുപോലെ മാലിന്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ കരിമല ക്രഷറിൽ നിന്ന് ഒഴുകുന്ന മാലിന്യ വെള്ളം ആ പത്തനാട് ക്രഷറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ റാന്നിറ്റുപാറ അവിടെ കങ്ങഴപ്പാറ വരെയുള്ള ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് കുടിവെള്ളം, അവരുടെ കിണറ്റിൽ കുടിവെള്ളം നല്ലതല്ല. ഈ പാറ കഴുകിയെടുക്കുന്ന വെള്ളം, ആ വെള്ളം അശുദ്ധമായ വെള്ളം, കുടിക്കാനും കുളിക്കാനും കൊള്ളുകയില്ലാത്ത വെള്ളം കിണറിൽ നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ എന്തെങ്കിലും പരാതി നൽകിയിരുന്നോ ജനവാസികളോട്? പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് അതിന് തീരുമാനം എടുത്തിരുന്നത്? എന്താണ് തീരുമാനം എടുത്തായിട്ട് നമുക്കറിയില്ല. അറിവില്ല. പൗരസമിതിയുടെ പേരിലും മറ്റുള്ളവരുടെ പേരിലും ഒക്കെ പഞ്ചായത്തിൽ പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് പരാതികൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന നമ്മുടെ ചിറ്റാട്ട രാജനെ, പ്രതാപചന്ദ്രൻ ചേട്ടനെ, നമ്മുടെ പാലക്കാട്ടെ ബാബുവ്, ഇതുപോലുള്ള പല ആൾക്കാരും പല പ്രാവശ്യം ആ പഞ്ചായത്തിൽ പോയി ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു നടപടിയും സ്വീകരിച്ചായിട്ട് ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഇവിടെ SDPIക്കും ഒരു അല്പം സാന്നിധ്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് SDPIയുടെ പ്രതിനിധിക്ക് അല്പസമയം നൽകാം. എങ്ങനെയാണ് ഈ ഒരു 5 വർഷക്കാലത്തെ നോക്കിക്കാണുന്നത്? ഇവിടുത്തെ വികസനത്തെക്കുറിച്ച് SDPIക്ക് കുറേ കാഴ്ചപ്പാടുകളുണ്ട്. ഇപ്പോൾ ഇവിടെ ഉദ്ഘാടന മാമാങ്കങ്ങളുടെ ഒരു കാലമാണ്. നിരവധി വാഗ്ദാന പെരുമഴകളുമായി ജനങ്ങളുടെ വോട്ടുകൾ വാങ്ങി അധികാരത്തിലെത്തുകയും ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറിയ പങ്കും അതൊന്നും നടത്താതിരിക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തുമ്പോൾ കാട്ടിക്കൂട്ടുന്ന ഉദ്ഘാടനങ്ങളും പദ്ധതി നടത്തിപ്പുമെല്ലാം ജനങ്ങൾക്ക് കിട്ടേണ്ട പദ്ധതികളുടെ ഗുണനിലവാരമില്ലായ്മയും ചൂണ്ടിക്കാട്ടാനാണ് ആദ്യം ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇവിടെ പണം ചെലവഴിച്ച് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ഇവിടുത്തെ ഗ്രാമീണ റോഡുകൾക്കാണ്. ഗുണനിലവാരമില്ലായ്മ കൊണ്ട് ഇവിടുത്തെ ഗ്രാമീണ റോഡുകൾ 6 മാസം പോലും കഴിയുന്നതിന് മുമ്പേ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു 8 ലക്ഷം രൂപ മുടക്കി പടനിലം ചാരംപറമ്പ് റോഡിൽ കുറച്ച് ഭാഗം കോൺക്രീറ്റും കുറച്ച് ഭാഗം ടാറിങ് നടത്തുകയുണ്ടായി. ടാറിങ് നടത്തിയ ഭാഗം 1 മാസം ആകുന്നതിന് മുമ്പേ പൊട്ടിപ്പൊളിയാൻ തുടങ്ങി. ഇപ്പോൾ ഏതാണ്ട് 7 മാസം കൊണ്ട് ആ റോഡിൻ്റെ അവസ്ഥ വളരെ ഖേദകരമായൊരവസ്ഥയിലേക്കാണ് ഇരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഏതാണ്ട് 33 ലക്ഷം രൂപ അനുവദിച്ച് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഉദ്ഘാടനം മാമാങ്കം നടത്തിയിട്ടുണ്ട്. ഈ പണിയ പോകുന്ന റോഡിൻ്റെ അവസ്ഥയും ഈ ഗുണനിലവാരത്തിലാണ് പോകുന്നതെങ്കിൽ ഐസ് കട്ട പെയിൻ്റ് അടിച്ച പോലെയുള്ള അവസ്ഥയായിരിക്കും വരാൻ പോകുന്നത്. റോഡുകളെല്ലാം തന്നെ മോശമാണെന്നാണോ അങ്ങ് പറയുന്നത്? ധാരാളം റോഡുകൾ ടാറിങ് നടത്തിയും റീടാറിങ് നടത്തിയുമായ ധാരാളം റോഡുകളുടെ അവസ്ഥ ഇപ്പം ഉപയോഗശൂന്യമായ രീതിയിലാണ്. എന്തിനാ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വാർഡിൽ പോലും ഒരു 3-4 വാർഡുകൾ പോലും വളരെ തകർന്നു കിടക്കുന്ന അവസ്ഥയുണ്ട്. ചാരംപറമ്പ് വാണ്ടിയാങ്കുഴി റോഡ്, പടനിലം കങ്ങഴ അമ്പലം റോഡ്, പിന്നെ കാരമല ചാരംപറമ്പ് റോഡിൽ ഇനിയും ദുർഗതി ബാക്കിയാക്കി ഇനി ഒരു തുണ്ട് മാത്രം അവിടെ ബാക്കിയിട്ടിരിക്കുക. പിന്നെ നമ്മുടെ കങ്ങഴ പഞ്ചായത്തിൻ്റെ തണ്ണിപ്പാറ ചൂരക്കുന്ന് റോഡ്, മുണ്ടത്താനം പാലക്കൽ റോഡ് എന്നിവയെല്ലാം ഈ തകർന്ന അവസ്ഥയാണുള്ളത്. SDPI ജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത് നടപ്പിലാക്കുന്ന പദ്ധതിയൊക്കെയും തിരഞ്ഞെടുപ്പ് എത്തുന്നതുവരെ നീട്ടിക്കൊണ്ടു പോകാതെ സമയബന്ധിതമായി ആക്കുകയും ഈ 5 വർഷത്തിനിടയ്ക്ക് വികസനം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അതോ ഇല്ല? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഒട്ടും നടന്നിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ
അത് പൂർണ്ണമായും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിട്ടില്ലെന്നുള്ളതാണ്. ആയിട്ടില്ല. ഇല്ല. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തൊരു വികസനമാണ് അങ്ങ് കാണുന്നത് ഈ ഒരു 5 വർഷത്തിനിടയ്ക്ക്? കുറേയൊക്കെ റോഡുകളുടെ പണി ചെയ്തിട്ടുണ്ട്. ഒരു 50% റോഡുകൾ തീർന്നിട്ടുണ്ട്. നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തെരുവുനായ ശല്യത്തിനെതിരെ ഒരു പരാതി കൊടുത്തിട്ട് ഇതുവരെ ഈ പഞ്ചായത്ത് ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. ഈ തെരുവുനായ ആക്രമണം ഒക്കെ നിങ്ങൾ പരാതി കൊടുത്തിരുന്നു? നിരന്തരമായിട്ട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിരുന്നു, പരാതി കൊടുത്തിരുന്നു. ഇവിടെ കുഞ്ഞു കുട്ടികൾ പലരും ഈ പത്തനാട് കവലയിൽ കൂടി തെരുവുനായിട്ട് ഓടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനൊരു നടപടി എടുത്തിട്ടില്ല എന്നാണോ അങ്ങ് പറയുന്നത്? അതിന് യാതൊരുവിധ നടപടികളും എടുത്തിട്ടില്ല. ഓക്കെ. പിന്നെ ഈ നായകൾക്ക് പേവിഷ കുത്തിവെക്കുന്ന വാക്സിനേഷൻ അത് ബാക്കിയുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഇവിടെ നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതിനൊരു മറുപടി പ്രസിഡന്റിലേക്ക് ഒന്ന് കടക്കാം. അങ്ങേക്ക് അടുത്ത അവസരം തരാം. എന്താണ് ഈ തെരുവുനായ ശല്യം ഇപ്പൊ എല്ലായിടത്തും കൂടിയിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിന് ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് പ്രസിഡന്റിന് അതിനുള്ള മറുപടി? തെരുവുനായ ശല്യത്തിന് നമ്മൾ ഓരോ വർഷവും ABC പ്രോഗ്രാം വഴി വന്ധ്യംകരണം നടത്താറുണ്ട്. കൃത്യമായിട്ട് തന്നെ പേവിഷ നിർമ്മാർജ്ജനത്തിനുള്ള കുത്തിവയ്പ് നടത്തുന്നുണ്ട്. ലൈസൻസ് എടുക്കാത്ത ഒരു നായയെ പോലും വളർത്തുവാൻ പാടില്ല എന്നുള്ള പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വെറ്റിനറി സംവിധാനം നമുക്കുണ്ട്. തെരുവുനായ ഇത് ഈ കങ്ങഴ ഗ്രാമപഞ്ചായത്തിലെ മാത്രം ഒരു പ്രശ്നമല്ല. കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇത് നേരിടുന്ന വിഷയമാണ്. നമ്മൾ ഷെൽട്ടർ ഹോം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിനൊരു പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷെൽട്ടർ ഹോം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏത് സ്ഥലത്ത് ചെന്നാലും നാട്ടുകാർ സമ്മതിക്കില്ല, അവിടെ പറ്റില്ല എന്നുള്ള. അതാണോ ഈ ഒരു ഷെൽട്ടർ ഹോം നിർമ്മിക്കാനായിട്ടുള്ള ഒരു കാലതാമസം വരുന്നത്? അതെ. അപ്പം നമ്മളിപ്പോൾ തന്നെ വെറ്റിനറിയുടെ കോമ്പൗണ്ടിൽ, വെറ്റിനറി കാനം ഭാഗത്താണ് നമ്മളുടെ ആ ഹോസ്പിറ്റലുള്ളത്. അവിടെ നമ്മളൊരു കേജ് നിർമ്മാണത്തിന് ഉള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അവിടെയും തൊട്ടടുത്ത വീട്ടുകാരാണ് നമുക്ക് ബുദ്ധിമുട്ടാക്കി നിൽക്കുന്നത്. നമ്മൾ പറ്റുന്ന രീതിയിൽ പേവിഷത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെ ഒരു നായ് കടിയേറ്റാൽ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ എല്ലാം തന്നെ അതിനെ വെറ്റിനറിയിൽ നിന്ന് തന്നെ ആ പട്ടിയെ നമ്മൾ കൊണ്ടുപോയി പരിശോധിക്കുവാനും പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിന് പേവിഷം ബാധയുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് പൊതുജനങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. പൊതുജനങ്ങളിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ജനപ്രതിനിധികളോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ആരോടാണ് ചോദ്യം? ഈ പഞ്ചായത്ത് പ്രസിഡന്റിനോട് തന്നെയാണ്. പ്രസിഡന്റിനോട് ചോദിച്ചോളൂ. നമ്മുടെ ഈ ഗ്രാമീണ റോഡുകളെ സംബന്ധിച്ച് ഇവിടെ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം, ഗ്രാമീണ റോഡുകൾ ഏതാണ്ട് 10 ലക്ഷം രൂപ മുടക്കി പടനിലത്ത് നിന്ന് നമ്മുടെ പയ്യമ്പള്ളിപ്പടി വരെ ഒരു റോഡ് ടാറിങ് ചെയ്തു. ഒരാഴ്ച പോലും ആ റോഡ് നിലനിന്നില്ല. 10 ലക്ഷം രൂപ വെറുതെ വെള്ളത്തിലായ ഒരു സംഭവം ഉണ്ടായി. പിന്നെ പറഞ്ഞ ഒരു 33 ലക്ഷം രൂപയും അപ്പുറത്തെ റോഡിനും കൂടി ഇങ്ങനെ 37 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ആ വകയിരുത്തിയത് അത് ഈ പറഞ്ഞ പോലെ ഈ ഫണ്ട് ലാപ്സാക്കിയൊക്കെ വരുമ്പം അതിൻ്റെ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും. ഇത് എത്ര നാൾ ജനങ്ങളുടെ കണ്ണി പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ഒരു റോഡ് ടാറിങ് സംവിധാനം മാത്രമാണ് കങ്ങഴ പഞ്ചായത്തിൽ ഇതുവരെ നടന്നിട്ടുള്ളത്. പിന്നെ മറ്റു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. ആരോഗ്യ മേഖലയിൽ നമ്മുടെ വലിയ ആശ്രയമാണ് നമ്മുടെ എരരിക്കപ്പുഴ പ്രാഥമിക കുടുംബ ആരോഗ്യ കേന്ദ്രം. ആ ആശുപത്രിയിൽ ഒരു സ്ഥിരം സമിതി, നമുക്കൊരു വികസന സമിതി എന്നൊരു സംവിധാനമുണ്ട്. ആ വികസന സമിതി ക്രിയാത്മകമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിരന്തരമായ, ഞാൻ STPയുടെ പ്രതിനിധിയാണ്, നിരന്തരമായ ജനകീയ പോരാട്ടങ്ങളിലൂടെ മാത്രമാണ് ഈ ഗ്രാമീണ റോഡ് ഉണ്ടായിട്ടുള്ളതും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഇൻസുലിൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഇൻസുലിന് വേണ്ടിയിട്ടും മരുന്നിന് വേണ്ടിയിട്ടും ഒക്കെ ഞങ്ങൾ നിരന്തരമായ പോരാട്ടങ്ങളും അതുപോലെ തന്നെ മന്ത്രിക്ക് നിവേദനം കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗ്രാമീണ റോഡുകളാണെങ്കിലും PW റോഡുകളുടെ കാര്യം പറഞ്ഞു. ഈ PW റോഡുകൾക്ക് വേണ്ടി നിരന്തര സമര പോരാട്ടങ്ങളുടെ, ഈ ജനങ്ങളുടെ പോരാട്ടങ്ങളുടെ ഒരു പരിണിത ഫലം മാത്രമാണ് ഇപ്പൊ കങ്ങഴയിൽ ഉണ്ടായുള്ള റോഡുകളുടെ വികസനം. അതിന് അതെ, ഇതാണ് ഒരു പറയാം. തെരുവുനായയുടെ പിന്നെ വിഷയം ചോദിക്കാനുള്ളത്, നമുക്ക് ഈ ലഹരി മാഫിയയ്ക്ക് സംബന്ധിച്ച്, ലഹരി മാഫിയ ഇവിടെ ശക്തമായ കടന്നുകയറ്റം നമ്മുടെ ഈ പ്രദേശങ്ങളെല്ലാം ഉണ്ട്, നമ്മുടെ പത്തനാട് കവലയും പറന്ത പ്രദേശങ്ങളിലും. അപ്പോൾ അടിയന്തരമായിട്ട് നമുക്കൊരു പോലീസ് ഹെഡ് പോസ്റ്റിൻ്റെ സംവിധാനം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഒരു സംവിധാനവും നമുക്കിവിടെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്നത് ഭരണസമിതിയുടെ ഏറ്റവും വലിയ ഒരു കുഴപ്പമാണ്. അതായത് ഗുണ്ടാ സംഘങ്ങളും ലഹരി മാഫിയയും അഴിഞ്ഞാടുന്ന സാഹചര്യമുണ്ട്. അപ്പം ജനകീയ പോരാട്ടങ്ങളിലൂടെ മാത്രമാണ് അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു പരിധിവരെ സാധിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത്, ലഹരിക്ക് കളിക്കളം ഉണ്ടാവുകയും ക്രിയാത്മക രീതിയിൽ കുട്ടികളുടെ ക്രയശേഷി, അതായത് അവരുടെ കായിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു സംവിധാനം,
ഒരു സംവിധാനം നമ്മുടെ ഇത്രയും വലിയ ഒരു ഗ്രാമപഞ്ചായത്തിൽ കുഞ്ഞുങ്ങൾക്കൊരു കളിക്കളം ഉണ്ടാക്കാൻ സാധിക്കാനൊരു ലഹരി മാഫിയെ പിടിച്ചെടുക്കാൻ ക്രിയാത്മക നടപടിയിലാണ് ഉണ്ടാകേണ്ടത്. അതിനതായിരുന്നു ചെയ്യേണ്ടത് ഇരുന്നത്. അതൊരു കാര്യം. ഓക്കെ പ്രസിഡന്റിന് മറുപടി പറയാം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പടനിലം ചാരമ്പറമ്പ് ചേറ്റേടൻ റോഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് 10 ലക്ഷം രൂപ വകയിരുത്തി റോഡ് നിർമ്മാണം നടത്തി താമസിയാതെ അത് പൊളിഞ്ഞുപോയി. ഇപ്പോൾ ഇലക്ഷനുമായി മുന്നോട്ട് വന്നുകൊണ്ട് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് ആ റോഡ് ചെയ്യുന്നതെന്ന് പറയും. ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നേരിട്ട് കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ബോധ്യമുള്ളതാണ്. നിരന്തരമായ മഴയിൽ നമുക്ക് ടാറിംഗ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് പോലെ അല്ല. പലരും ആവശ്യപ്പെട്ടു ഇതാ ഈ റോഡ് ചെയ്യുന്നില്ലേ, അതാ BNBC അതുമല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ടാർ റോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കാലാവസ്ഥ വളരെ അനുകൂലമായിരിക്കണം. ഒരു ചെറിയ മഴ പോലും അതിന് തടസ്സമാകാൻ പാടില്ല. നമ്മളുടെ എഞ്ചിനീയർമാരും ആ റിസ്ക് ഏറ്റെടുക്കത്തില്ല. അങ്ങനെ ഒരു ചെറിയ തടസ്സം വന്നതാണ് ഈ പറയുന്ന 10 ലക്ഷം കൊണ്ടുവന്നിരിക്കുന്നിടത്തുള്ള പാളിച്ച. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് അതിനുള്ള ഒരു പ്രശ്നം. പിന്നെ പറയട്ടെ, ജൽജീവൻ മിഷന്റെ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. 60% കേന്ദ്ര വിഹിതവും 40% സർക്കാരിന്റെ വിഹിതവും കൊണ്ടുള്ള ഒരു പദ്ധതിയാണത്. ഈ കങ്ങഴ കുടിവെള്ളക്ഷാമത്തെ വളരെ രൂക്ഷമായി നേരിടുന്ന ഒരു പ്രദേശമാണ്. ഒരു 3 പഞ്ചായത്തിന്റെ ഒരു സംയുക്ത പ്രോജക്റ്റ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, കോടികൾ മുടക്കിയുള്ള ഒരു പ്രൊജക്റ്റ് കടന്നു വരുമ്പോൾ അതിന് മുഖം തിരിഞ്ഞ് നിൽക്കാൻ കങ്ങഴയ്ക്ക് മാത്രം ആവില്ലായിരുന്നു. അങ്ങനെ 3 പഞ്ചായത്തിന് വേണ്ടി 1 ഏക്കർ സ്ഥലം 15 ലക്ഷം രൂപ നമ്മളുടെ ഫണ്ടിൽ നിന്നും വകയിരുത്തി നമ്മൾ നെടുങ്ങുന്നത് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ശുദ്ധമായ കുടിവെള്ളമാണ് കിട്ടുന്നത്. നമ്മുടെ ആറ്റിലെ വെള്ളം കലക്കി ഇങ്ങോട്ട് പൈപ്പ് വഴി വിടുന്ന സംഭവം അല്ലത്. അപ്പൊ അത് വരണമെന്നുണ്ടെങ്കിൽ കോമലയിൽ കങ്ങഴ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശമായ കോമലയിൽ വലിയ ടാങ്ക് നിർമ്മിക്കണം. ഓവർഹെഡ് ടാങ്ക് അവിടെ വരണം. അതിനുവേണ്ടി നമ്മൾ 3,60,000 രൂപ കൊടുത്ത് 10 സെന്റ് സ്ഥലം വാങ്ങി അവിടെ ടാങ്കിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്രത്തിന്റെ പ്രശ്നങ്ങൾ ഞാൻ രാഷ്ട്രീയപരമായി പറയുന്നില്ലെങ്കിൽ പോലും കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുള്ള വിഹിതം കൃത്യമായി കിട്ടാത്തത് കൊണ്ട് തന്നെ ആ പദ്ധതി ശരിയായ രീതിയിൽ വരുന്നില്ല. അതിന്റെ 2 വലിയ പൈപ്പുകൾ, 2 വലിയ HD പൈപ്പുകൾ ഇറങ്ങി വരേണ്ട റോഡാണ് ഈ പടനിലം ചാരമ്പറമ്പ് റോഡെന്ന് പറയുന്നത്. കോമലയിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട റോഡ്. ആ റോഡിൽ ആ നിർമ്മാണം നടത്താതെ നമ്മൾ പിന്നെ റോഡ് പണിയുകയാണെങ്കിൽ അതിനുണ്ടാവുന്ന റോഡ് വീണ്ടും നമുക്ക് പൊളിക്കേണ്ടി വരും. അതാണ് പ്രശ്നം. അതുപോലെ തന്നെ അതിനാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഈ വലിയ റോഡുമായിട്ട് കിബി റോഡുമായിട്ടുള്ള ഒരു ലിങ്ക് റോഡാണ് പടനിലം ചേറ്റേടൻ റോഡ്. അതിന് വളരെ എന്താണ് പറയാ, വളരെ സൂക്ഷ്മതയോടെ ഫണ്ട് വകയിരുത്തി ഇപ്പോൾ നമ്മൾ ഇവർ ഈ പറയുന്ന 10 ലക്ഷം, അതായത് 10 ലക്ഷം അല്ലത് 15 ലക്ഷമാണ്. ആ 15 ലക്ഷത്തിൽ നമുക്ക് ചില സ്ഥലങ്ങളിൽ മഴവെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് കോൺക്രീറ്റ് ചെയ്യേണ്ടി വന്നു. ആ കോൺക്രീറ്റിംഗ് കഴിഞ്ഞ് ടാറിങ്ങിലേക്ക് പോകുമ്പോഴാണ് ഈ മഴയുടെ വിഷയങ്ങൾ ഉണ്ടായത്. പിന്നീടാണ് ഈ പൈപ്പ് ലൈനിന്റെ വിഷയങ്ങൾ വന്നത്. ഇപ്പൊ നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ 38 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ചേറ്റേടത്തുള്ള ലിങ്ക് റോഡിലേക്ക് അത് കൂട്ടിമുട്ടുകയാണ്. അതിന്റെ പണികൾ എത്രയോ നേരത്തെ തുടങ്ങിയ സ്പില്ലോവറാണ് അവർക്ക്. സ്പില്ലോവർ ആയത് പൈപ്പ് ലൈനിന്റെ പ്രശ്നം കൊണ്ടാണ്. അത് നമ്മളിപ്പോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പണികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണമൊന്നും ഒരു അല്ലല്ല, പ്രഹസനമായിട്ട് നിർമ്മാണ ഉദ്ഘാടനവും നടത്തിയതല്ല. പക്ഷെ നമ്മളുടെ സമയത്ത് നമ്മൾ കൊണ്ടുവന്ന ഒരു ഫണ്ട് പൂർത്തീകരിക്കേണ്ടതും ചെയ്യേണ്ടതും ആ ഒരു ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങിയിരിക്കുന്നു. അതിപ്പോ മഴ മാറിയ സത്യത്തിൽ ഈ 3 ദിവസത്തിൽ നടക്കേണ്ടതായിരുന്നു. വീണ്ടും മഴ വന്നതാണ്. കാലാവസ്ഥ അനുകൂലമല്ലാത്തതാണ്. പണി പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത ആൾക്ക് ചോദിക്കാം. ആരോടാണ് ചോദ്യം? ടീച്ചറിനാണ് ചോദ്യം. ചോദിച്ചോളൂ. നമ്മുടെ കങ്ങഴ ഗ്രാമപഞ്ചായത്തിൽ വികസനം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഇവിടൊക്കെയോ നടക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഒരു വികസനവും നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അതിനകത്ത് ഒരു കാര്യങ്ങളുണ്ട്. ഈ കങ്ങഴ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ ഗ്രാമീണ റോഡുകൾ തകർച്ചയിൽ കിടക്കുന്ന എത്ര എണ്ണം ഉണ്ട്? അത് പുനർനിർമ്മിക്കാനായി എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, യുദ്ധകാല അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് എടേരിക്കപ്പുഴ ഒരു സ്മാരകമായിട്ട് അവിടെ ഒരു ചന്തയിൽ നിർമ്മിച്ച ഒരു കെട്ടിടമുണ്ട്. അതിനകത്ത് ഇപ്പോൾ ആ പാടെ ഒരു കൃഷി ഓഫീസ് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് വേഗത്തിൽ അത് ഉദ്ഘാടനം ചെയ്തിട്ടാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ ആളൊക്കെ പോയത്. പിന്നെ രണ്ടാമത്തേത്, ഇവിടെ പത്തനാട് കവലയിൽ വരുന്ന, ഇപ്പോൾ എല്ലാവരും സവിസ്തരം ഇവിടെ പറഞ്ഞു, പത്തനാട് കവലയിൽ എല്ലാവരും വരുന്നുണ്ട്. അവർക്ക് പത്തനാട് കവലയിൽ വരുന്ന ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് ഒരു ശൗചാലയം വർഷങ്ങളായിട്ടുള്ളൊരു ആവശ്യമാണത്, അല്ലേ? ഇപ്പോൾ അവർ ഹോട്ടലുകളിലും അവിടെയൊക്കെ പോയാണ് സാധിക്കുന്നത്. അപ്പോൾ അതിന് ഒരു നടപടി ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടെ,
ഈ തെരുവുനായ ശല്യം അല്ലെ കാട്ടുപന്നി ശല്യം നേരിടണമെന്നും പറഞ്ഞ് ഞാനും കങ്ങഴ പഞ്ചായത്തിൻ്റെ കോൺഗ്രസ് കമ്മിറ്റി ഷെറിനും എല്ലാവരും കൂടെ കൂടി ഒരു നിവേദനം 2 വർഷം മുമ്പ് ടീച്ചറിന് തന്നായിരുന്നു. അതിൻ്റെ ഒരു നടപടി എന്തുവായി ഒക്കെയാണ് അറിയേണ്ടത്. ഓക്കെ. അപ്പോൾ ഒരു 3-4 ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി പ്രസിഡന്റിനെ പറയാം. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കാർഷിക പുനർജീവന കേന്ദ്രം ഈ നാടിനായിട്ട് സമർപ്പിച്ചു. അതിൻ്റെ അല്പം പണികളും കൂടി പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഭരണസമിതി അതിൻ്റെ സ്ഥാനം മാറിപ്പോകുമ്പോൾ നല്ല ഫണ്ട് മുടക്കി, നബാർഡിൻ്റെ ഫണ്ടാണ്, 5% പലിശയ്ക്ക് വാങ്ങിയ ഫണ്ട്, അത് മുടക്കി നിർമ്മിച്ച ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് ഒരു പരിസമാപ്തിയിലേക്കുള്ള ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പക്ഷേ അതിൻ്റെ മറ്റു പണികളായിട്ടുള്ള നമുക്കറിയാം, റോഡിൻ്റെ സൈഡിലുള്ള ടൈലിങ്, അതുപോലെ തന്നെ അതിലേക്കുള്ള ഇലക്ട്രിസിറ്റി, വാട്ടർ കണക്ഷൻ, ഇങ്ങനെയുള്ള അല്പം അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ആവശ്യമായിരുന്നു. അത് നമ്മൾ ചെയ്തതിന് ശേഷം ഒരു വർഷക്കാലം മുഴുവൻ അതിനെ വാടക നിശ്ചയിക്കുന്നതിന് വേണ്ടി ചീഫ് എഞ്ചിനീയർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അതിൻ്റെ നടപടിയിലേക്ക് പോയി. എൻ്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും ഞാൻ ഈ തിരുവനന്തപുരത്ത് പോയിരിക്കുന്ന ദിവസങ്ങളും ഒക്കെ അറിയാവുന്നതാണ്. അവിടെ നമ്മളോട് പറഞ്ഞത്, ഈ നാട്ടുകാരെല്ലാവരും അതൊന്ന് അറിയണം, കിട്ടിയ നല്ലൊരു അവസരമാണ് എനിക്ക് പറഞ്ഞത്, നബാർഡിൻ്റെ 5% പലിശയ്ക്ക് നിങ്ങൾക്ക് ആ കാർഷിക പുനർജീവന കേന്ദ്രം തന്നിട്ടുണ്ടെങ്കിൽ അത് കർഷകന് ഉപയോഗിക്കാനുള്ളതാണ്, കർഷകന് പ്രയോജനപ്പെടുത്താനുള്ളതാണ്, നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുത്ത് ലാഭം കൊയ്യാനുള്ളതല്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്നിട്ടും നമ്മൾ ശടിച്ചു നിന്നു. കാരണം അതിൻ്റെ ഒരു മെയിൻ്റനൻസ്, ആ മെയിൻ്റനൻസ് നടത്തുന്നതിന് വേണ്ടി കുറച്ചെങ്കിലും മുറികൾ ഞങ്ങൾക്ക് കൊടുക്കേണ്ടതായി വരും, കൊടുക്കേണ്ടതായി വരും. അതിനുള്ള കാര്യം ഒന്ന് ചെയ്തു തരിക എന്ന് പറഞ്ഞുള്ള ആ ഒരു സാങ്കേതികത്വത്തിൽ കുടുങ്ങി അതിന് വാടക നിശ്ചയിച്ച് കിട്ടിയത് നമുക്ക് ഏതാണ്ട് കുറേ അധികം സമയം കഴിഞ്ഞാണ്. ഇവിടെ ഞാൻ പറയുന്ന കുറച്ച് എനിക്ക് സമയം വേണം. 30/10/24 ആദ്യ ലേലം നമ്മൾ നടത്തി. കണക്കുകളിലേക്ക് നമുക്ക് പിന്നെ വരാം. അദ്ദേഹം ചോദിച്ച രണ്ടാമത്തെ ഒരു പൊതു ശൗചാലയത്തിന്റെ കാര്യം ചോദിച്ചിരുന്നു, അതിന്റെ മറുപടി ഒന്ന് പറയാമോ? ഇതൊന്നുകൂടി പറഞ്ഞുകൊണ്ട് 6 തവണ ലേലം നടത്തി. അതിനുശേഷം 30% ലേലത്തുകയിൽ കുറച്ചുകൊണ്ട് വീണ്ടും ലേലം നടത്തി. ഒരൊറ്റ മനുഷ്യൻ, ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും വന്നില്ല. ഇവിടെ എന്നെ എതിർത്ത ഓരോ വ്യക്തികളോടും ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഈ കടമ്പടി എടുക്കുന്നില്ല? അപ്പം എനിക്ക് കിട്ടിയ മറുപടി വളരെ വിചിത്രമാണ്, നിങ്ങൾ കേട്ടോളുക. എടയിരിക്കപ്പുഴ ഒരു പുരോഗമനമുള്ള സ്ഥലമല്ല, ഞങ്ങൾ ആരും അങ്ങോട്ടൊരു സംരംഭവും കൊണ്ടുവരുന്നില്ല. ആളുകൾ എത്താത്തതാണോ? എത്താത്തതാണ് തടസ്സം. അല്ല മാഡം പറയട്ടെ ഒരു കാര്യം കൂടി. അവിടെ നമുക്ക് വാടക നിശ്ചയിച്ച് കിട്ടുന്നതിന് വേണ്ടി എടുക്കേണ്ടി വന്ന നടപടികൾ, അവിടെ കൃഷിഭവൻ അങ്ങോട്ടേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. ഈ കങ്ങഴ ഗ്രാമപഞ്ചായത്തിന്റെ കൺവെന്റിലിരിക്കുന്ന കൃഷിഭവൻ അങ്ങോട്ട് മാറ്റുവാൻ ഞങ്ങൾക്ക് ആർക്കും തന്നെ ഒരു ഭരണസമിതിയിൽ ആരും സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങൾ ബ്ലോക്കിന് കീഴിലുള്ള AD ഓഫീസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഓഫീസ് അവിടെ മാറ്റി. അതിനുശേഷം നമ്മൾ വെറ്റിനറിയുടെ സബ് സെന്റർ അങ്ങോട്ടേക്ക് മാറ്റി. പിന്നീട് നമ്മൾ ക്ഷീരസംഘത്തിന് ഒരു മുറി കാലിത്തീറ്റ കൊടുത്തു. പിന്നെ FPO, ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ, അവർക്ക് ഒരു മുറിയും അതിന്റെ പുറകിലുള്ള ചെറിയ ഹാളും നമ്മൾ വിട്ടുകൊടുത്തു, സംരംഭകരായിട്ട് വിട്ടുകൊടുത്തു. അപ്പൊ ഇപ്പോഴും പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. കിഡ്ബി റോഡ് വന്നപ്പോൾ നമുക്ക് അതിന്റെ നിർമ്മാണം, അതിന്റെ ആ റോഡ് സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് അല്പം തടസ്സമുണ്ട്. പക്ഷെ അതൊന്നും ഈ ലേലത്തെ ബാധിച്ചിട്ടുള്ള അല്ല. നമ്മൾ ലേലം ചെയ്തു. പൊതു ശൗചാലയം ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ് അതിനുള്ള മറുപടി? പൊതു ശൗചാലയം ഭരണകാലം ഞാൻ പറയുന്നില്ല, ഭരണകാലത്ത് അവിടെ വെച്ച ഒരു ശൗചാലയം, ഷീറ്റ് ടോയ്ലറ്റ്, യെസ്, പ്രവർത്തനരഹിതമാണ്. ഓരോ വർഷവും അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി പൈസ വെച്ച് ഷീറ്റ് ടോയ്ലറ്റ് പണിയുമ്പോൾ അതിനും നമുക്ക് തടസ്സം വന്നു. പറയട്ടെ, തടസ്സം വന്നു. എന്താണെന്ന് ചോദിച്ചാൽ ആരും ഉപയോഗിക്കുന്നില്ല. ടൗണിലിരിക്കുന്നതുകൊണ്ട് ആർക്കും അത് കയറാൻ മേല. ഒരു പെണ്ണ് പോലും അത് കയറത്തില്ല. നാണക്കേടാണ്. എനിക്കറിയില്ല മൂത്രം ഒഴിക്കുന്ന ഇത്ര നാണക്കേടാണോ. വളരെ ആളുകൾ എത്താത്തതാണ് ഈ ഷീറ്റ് ടോയ്ലറ്റ് പൂട്ടിപ്പോകാൻ കാരണം. അല്ല, അതുകൊണ്ട് ഇപ്പം നമ്മൾ അതിന്റെ ആനുവൽ മെയിൻ്റനൻസ് നടത്തിയിട്ടില്ല. അല്ല പറയട്ടെ, പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെ ജലനിധിയുടെ പൊതു ശൗചാലയമുണ്ട്. ഒരു അല്പം കൂടി താഴോട്ട് നടന്നാൽ അവിടെ അത് ഉപയോഗിക്കാവുന്നതാണ്. ടൗണിൽ തന്നെ മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഈ ഷീറ്റ് ടോയ്ലറ്റിൽ ആളുകൾ എത്തുന്നില്ല എന്നാണോ പറയുന്നത്? എത്തുന്നില്ല. ഇപ്പൊ അതിന്റെ മെയിൻ്റനൻസ് നടത്തിയിട്ടില്ല. യെസ്, അവിടെ കൊണ്ട് വെറുതെ വല്ലാതെ കുസുവെക്കാൻ പറ്റില്ല. മാഡം പറയട്ടെ ഒരു കാര്യം കൂടി.
കാട്ടുപന്നിയുടെ തെരുവുനായ കാട്ടുപന്നി ശല്യത്തിന്റെ കാര്യം പറയാം. കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് വേണ്ടി 6 ഷൂട്ടർമാർക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. 6 ഷൂട്ടർമാർക്ക്. നില ഉദിക്കുന്നത് വരെ പന്നി നിൽക്കുകയല്ല. എന്ത് ചെയ്യാൻ പറ്റും? പന്നിയെ കാണുന്ന ഉടനെ നമ്മൾ അറിയിച്ചു കഴിയുമ്പോൾ ആളെത്തുമ്പോഴത്തേക്ക് പന്നി ഇവരൊരു നിവേദനം നൽകിയിരുന്നു പറഞ്ഞു. അതിലെന്താണ് മറുപടി? പറയട്ടെ. അത് കഴിഞ്ഞാണല്ലോ ഈ ഷൂട്ടർമാരെ നിയോഗിച്ചത്. പ്രസിഡന്റ് നിയമിക്കാമെന്നുള്ള പിന്നെ എന്താ ഓർഡർ വന്നു. പ്രസിഡന്റ് നിയമിച്ചു. 6 പേരെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. സാഫ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർ നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രമുഖ ബ്രാൻഡുകളുടെ പെയിന്റ് ഉൽപ്പന്നങ്ങൾ, ഗ്ലാസ്, പ്ലൈവുഡ്, ഡോർ ലോക്സ്, ഫിറ്റിംഗ്സ് ആൻഡ് ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ. ഏഷ്യൻ, ബർജർ, ഇൻഡിഗോ, നെറുലൈറ്റ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർഷിപ്പ്. സാഫ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഒരുക്കുന്നു ടൂൾസ്, മൾട്ടിവുഡ്, പ്ലൈവുഡ്, WPC, ഗ്ലാസ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർസ്. പവർ ടൂൾ ഉൽപ്പന്നങ്ങൾ റെന്റിൽ ലഭ്യമാണ്. സാഫ ഗ്രൂപ്പ്, സാഫ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർസ്, സാഫ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്, പത്തനാട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദിച്ചോളൂ, ആരോടാണ് ചോദ്യം? എനിക്ക് അജി തകടിയലിനോടും തോമസ് കുറ്റിച്ചാനോടുമാണ് ചോദിക്കാനുള്ളത്. ചോദിച്ചോളൂ. അവർ പറയുന്നത് കങ്ങഴ പഞ്ചായത്തിൽ കുടിവെള്ളം ക്ഷാമം രൂക്ഷമാണെന്ന് പറയുമ്പോൾ 2013 ജലനിധിയുടെ പേരിൽ അജി തകടിയലിൻ്റെ വാർഡിൽ തന്നെ 22 ലക്ഷം രൂപ മുടക്കി ജലനിധി പദ്ധതി നടപ്പാക്കിയിരുന്നു. ഏതാണ്ട് 9 വർഷമായിട്ട്, അത് കഴിഞ്ഞാണ് അജി തകടിയൽ പഞ്ചായത്ത് മെമ്പറായിട്ട് ആ പാർട്ടി വരുന്നത്. ഏതാണ്ട് 9 വർഷമായിട്ട് അത് ഇപ്പം നിശ്ചലമാണ്.
അത് നിശ്ചലം പറഞ്ഞാൽ അത് കഴിഞ്ഞ് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ അവിടെ ബോർവെല്ല് ഓപ്പൺ വെല്ല് അടിക്കാനായിട്ട് 6 ലക്ഷം രൂപ അജി പഞ്ചായത്ത് മെമ്പർ ടീമിൽ കൊടുത്തിരുന്നു. പക്ഷെ ആ 6 ലക്ഷം രൂപയും അജി എന്ന മെമ്പർ അത് ലാബ് സ്ഥാപിക്കണം. ബോർവെൽ സ്ഥാപിച്ചില്ല. ഇല്ല. അതുപോലെ അതിനകത്ത് 3000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ പിന്നെ എന്താ സർവേക്ക് ഞാൻ മുടക്കിയതാണ്. അതുപോലെ തന്നെ തോമസ് കുട്ടിച്ചാനോട് ഇപ്പോൾ ഏതാണ്ട് തോമസ് മറുപടി ഒന്ന് കേട്ടിട്ട് അദ്ദേഹം ചോദിച്ചതിന് 2013 ഈ ജലനിധി പദ്ധതി നമ്മുടെ ഇവിടെ നിലവിൽ വന്നു. മിക്കവാറും ഏതാണ്ടോ 10 വാർഡുകളിൽ ജലനിധി പദ്ധതി വന്നു. കങ്ങഴ ഗ്രാമപഞ്ചായത്തിൻ്റെ 13-ാം വാർഡിലും ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തനാട് കുളത്തൂർമൂടി റോഡിൽ നമ്മുടെ ചിറക്കുന്നേലെ വൈദ്യൻ്റെ അവിടെ നിന്ന് ടാങ്ക് വെച്ചത്. അതിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ താഴെയാണ് ഈ പറഞ്ഞ കുളം കുത്തിയത്. അത് 2013 പകുതിയോടുകൂടി വന്ന ആ ജലനിധി പദ്ധതിയിൽ ഞാൻ 2020 പഞ്ചായത്ത് മെമ്പറാകുന്ന 7 വർഷക്കാലം കാറ്റല്ലാതെ ഒരു തുള്ളി വെള്ളം അതിനകത്ത് വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം അശാസ്ത്രീയപരമായിട്ട് ചെയ്തതിൻ്റെ ഒരു വിഷയം അത്. കാരണം ഒന്നാമത് കുളത്തിനകത്ത് വെള്ളമില്ല, ജലത്തിൻ്റെ ലഭ്യത അവിടെ കുറവ്. ഇനി താഴെയാണ് പാൽമണ്ണപ്പടിക്ക്. ഇവിടെ നിന്ന് വെള്ളം അടിച്ച് ആ ടാങ്കിൽ കയറ്റി കഴിഞ്ഞാൽ എൻ്റെ 80 വീടുകളിലേക്കുള്ള പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 പഞ്ചായത്തിനിടുന്ന സൈസ് പൈപ്പായിട്ടിരിക്കുന്നത്, 12 ഇഞ്ചിൻ്റെ പൈപ്പ് നിറയാനുള്ള വെള്ളം പോലും വരുന്നില്ല. അശാസ്ത്രീയപരമായിട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിനുശേഷം 2020 ഞാൻ പഞ്ചായത്ത് മെമ്പറായപ്പം ഈ പറഞ്ഞ പ്രിയപ്പെട്ട അനിയൻ അറ്റൂട്ടി പറഞ്ഞ കറക്റ്റ് 6 ലക്ഷം രൂപ. പക്ഷേ 6 ലക്ഷം രൂപയ്ക്ക് ഈ കുളം അടിച്ചിട്ട് നമ്മൾ ബോർവെല്ല് അടിച്ചിട്ട് ഈ വെള്ളം മുകളിൽ ചെന്നാലും സാങ്കേതികമായിട്ട് ഇത് തന്നെയാണ് വിഷയം. അതുകൊണ്ടാണ് ഈ ഒരു 6 ലക്ഷം രൂപ 6 ലക്ഷം രൂപ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് വേറൊരു വാർഡിൽ ഗുണകരമായിട്ട് ജലനിധി പദ്ധതി നന്നായിട്ട് പോകുന്ന ഭാഗത്ത് കൊടുത്തോളാം ഞാൻ തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം അവിടെ ചുമ്മാ 45 ലക്ഷം രൂപ കൊണ്ട് പൈപ്പ് അടക്കം ടാങ്ക് അടക്കം വെള്ളത്തിൽ കുടിച്ചിട്ടിട്ട് 7 വർഷമായിട്ട് ഒരു തുള്ളി വെള്ളം അതിനകത്ത് വരത്തില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പുറത്ത് പിന്നെ 6 ലക്ഷം രൂപയും കൂടെ കൊണ്ട് വെറുതെ കുടിച്ചിട്ടേണ്ട കാര്യമുണ്ടോ? അതിനകത്ത് വളരെ കൃത്യമാണ്. അതില്ലെങ്കിൽ 2013 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ ഞാനല്ലായിരുന്നു പഞ്ചായത്ത് മെമ്പർ. എന്തുകൊണ്ട് അവിടെ ഈ പദ്ധതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള തടസ്സം മാറ്റിയിട്ട് ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്ന ഒരു പദ്ധതിയും സംവിധാനവുമായിട്ട് ആ നിലവിലുണ്ടായിരുന്ന മെമ്പർ എന്തുകൊണ്ട് പോയില്ല? അപ്പം 2020 വന്നപ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ച് അതിൻ്റെ കമ്മിറ്റി വിളിച്ച് വിശദമായി പരിശോധിച്ചപ്പം ഒരു രീതിയിലും അവിടെ ഇനി അതല്ല 50 ലക്ഷം മുടക്കിയാലും വെള്ളം കിട്ടത്തില്ല എന്ന് മനസ്സിലായ പിന്നെ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. ആ വാർഡിൽ നടത്തിപ്പിന് ആളില്ലാത്തതിൻ്റെ പ്രധാന കാരണം ആ വാർഡിൽ നമ്മൾ 4 വർഷത്തോളം ആ വാർഡിൽ വെള്ളം അടിച്ചു. അതുപോലെ തന്നെ തോമസ് കുട്ടിച്ചാന് ഏതാണ്ട് ഈ ജലജീവൻ മിഷൻ ജലജീവൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 9 മാസമായിട്ട് ആ തോമസ് കുട്ടിച്ചാൻ പ്രതിദാനം ചെയ്യുന്ന വാർഡിൽ വെള്ളം ഇല്ല. അത് നാട്ടുകാർ വലിയ പരാതിയായിട്ട് സാധാരണ എന്നും എന്നെ വിളിക്കുന്ന. അപ്പോൾ തോമസ് കുട്ടിച്ചാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ എന്തുകൊണ്ട് ആ വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് അതിനൊരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ആ ഒരു ടാങ്ക് എന്ന് പറയുന്നത് കങ്ങഴ പഞ്ചായത്തിൽ 3-4 പഞ്ചായത്തിൽ വെള്ളം കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു കിണറാണ് നമ്മുടെ പരുത്തിമൂട് താഴെ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു 9 മാസമായിട്ട് ഇതുവരെയായിട്ടും അവിടെ വെള്ളം കൊടുക്കാൻ പറ്റില്ല. ആ പറയുന്നത് തോമസ് കുട്ടിച്ചാൻ്റെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ തന്നെ എൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റ് ട്രഷററും എല്ലാം. അതിപ്പോൾ ഏതാണ്ട് 9 മാസമായിട്ട് തുള്ളി വെള്ളം പോലും ഓരോ വീടുകളിൽ ചെല്ലുന്നില്ല. മറുപടി പറയാം. ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ച ഒരു ജലനിധി പദ്ധതിയാണ് തണ്ണിപ്പാറ കുടിവെള്ള പദ്ധതി. അതിന് പരുത്തിമൂട്ടിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് അതിൻ്റെ ടാങ്ക്. എന്നുവെച്ചാൽ ടാങ്ക് സ്ഥാപിക്കാൻ സ്ഥലം പരിമിതിയുണ്ട്. PWD റോഡ് പരുത്തിമൂട് കുളത്തൂർമൂഴി റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ആ റോഡ് നിർമ്മാണത്തിൽ ഈ പൈപ്പുകളാകെ പൊട്ടിച്ചു കളഞ്ഞു. രണ്ടാമത് ഇടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. രണ്ടാമത് വീണ്ടും അതിൻ്റെ റോഡിൽ കൂടെ അല്ലാതെ പുറത്തൂടെ പൈപ്പ് ഇട്ടു. അങ്ങനെ വെള്ളം കൊടുക്കാൻ തുടങ്ങിയ വെള്ളം ടാങ്ക് പൈപ്പ് പൊട്ടുന്നു, മോട്ടറിന് കേടാകുന്നു. അങ്ങനെ ചില പരിമിതിയുണ്ട്. 85 ആളുകളാണ് ആദ്യം അതിൽ അംഗത്വം എടുത്ത് ഇതുമായി വന്നത്. ഇപ്പോൾ ഏതാണ്ട് 30ഓളം ആളുകളുണ്ട്. ആരും പൈസ അടയ്ക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ മെയിൻ്റനൻസ് ഗുരുതരമായി കിടക്കുന്നു. മെമ്പർ ഇവരുടെ യോഗങ്ങൾ മാസത്തിലൊന്ന് വിളിച്ചു കൂട്ടാറുണ്ട്. അവിടെ പൈസ തന്നെ പാവപ്പെട്ട ആളുകളാണ് ഈ ജലനിധി വെള്ളം ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 10, 30, 40 ആളുകൾ മാത്രമാണ്. ആദ്യം ആരംഭിച്ച ആളുകളൊക്കെ പിന്മാറി. അവർ പണം ഇതിൻ്റെ മെയിൻ്റനൻസ് വർഷങ്ങളായി 10,000, 4,000, 3,000 രൂപ കുടിശ്ശികയാണ്. അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ആ
കമ്മിറ്റി കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു അത് ജലത്തിന്റെ ബുദ്ധിമുട്ട് അവിടെ വരുന്നത്. ബഹുമാനപ്പെട്ട മുൻ മെമ്പർ കൂടിയായ ശ്രീ അനിയൻ ആറ്റൂഴിക്ക് അറിയാം. അദ്ദേഹം നിരന്തരമായി അതിൻ്റെ ചെയർമാനും സെക്രട്ടറിയായിട്ടും ഒക്കെ ചർച്ച ചെയ്യുക, എൻ്റെ അടുത്ത് വരികയും ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഒരു തർക്കത്തിന് വേണ്ടി അത് മെമ്പറുടെ അതിനകത്ത് പങ്കാളിത്തം എത്രയാണെന്ന് നമുക്കറിയാം. എന്നാൽ അതല്ല, അവിടെ ജലം കൊടുക്കാൻ PWD റോഡിൻ്റെ അടിയിലൂടെ വരുന്ന പൈപ്പ് പൊട്ടിപ്പോയി. അതിന് സർവേ എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് നിവേദനവുമായി ഞാൻ ഉൾപ്പെടെ പോയി. അവരത് വന്ന് പൊട്ടിച്ചു തരാൻ മടിയാണ്. BMBC നിലവാരത്തിൽ പണിതീർത്ത റോഡിലാണിത്. അത് പൊട്ടിച്ചെടുക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം. അത് സർക്കാരിൻ്റെ നയപരമായ തീരുമാനം മാറ്റണം. അടുത്ത ചോദ്യത്തിലേക്ക് ആരോടാണ് ചോദ്യം? എനിക്ക് ചോദ്യം എന്നുള്ളത്, ഞാൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ്. എനിക്ക് വളരെ പെട്ടെന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ള അനുവാദം കൂടി കിട്ടിയതിന് ശേഷം ചോദ്യത്തിലേക്ക് വളരെ പോയിന്റ് ആയിട്ട് പറയാം. 2021 മുതൽ 2025 വരെയുള്ള ഈ ഭരണസമിതിയുടെ കാലയളവിൽ എക്സ്പെൻഡിച്ചർ ഇവിടെ ആദ്യം ചർച്ച ചെയ്യപ്പെട്ടു. 100% 2021-22 വർഷത്തെ എക്സ്പെൻഡിച്ചർ. 2021 100%, 23-24 100%, 22-23 100%. അങ്ങനെ തുടർച്ചയായ 4 വർഷങ്ങളിൽ 100%. ഈ ഒടുവിലത്തെ വർഷം 97.3 എന്നുള്ള വസ്തുത ഇവിടെ മറച്ചു വെക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? വികസനം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ദൃശ്യമാകുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? ടേക്ക് എ ബ്രേക്ക്, മൂലൈപ്പിടിക്കലിൽ സ്ഥിതി ചെയ്യുന്ന ടേക്ക് എ ബ്രേക്ക്. അതുപോലെ തന്നെ കുടുംബശ്രീ വഴി 200 കുടുംബശ്രീ യൂണിറ്റുകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ പുതുതായി ഏർപ്പെടുത്താൻ കഴിഞ്ഞൊരു ഗ്രാമപഞ്ചായത്താണ് കങ്ങഴ ഗ്രാമപഞ്ചായത്ത്. വയോജന ഉല്ലാസ കേന്ദ്രം പഴുക്കാവുളത്ത് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത വയോജന ഉല്ലാസ കേന്ദ്രം. അതുപോലെ തന്നെ പുതുതായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ, വയോജന ഉല്ലാസ യാത്ര, അതുപോലെ തന്നെ വിവിധ മേഖലകളെ സ്പർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വനിതാ കലാമേള, വനിതാ ജിംനേഷ്യം, തൊട്ടടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്ത വനിതാ ജിംനേഷ്യം. ഇതൊക്കെ നാട്ടിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. അന്നപ്പോഴാണ് വികസന പ്രവർത്തനങ്ങളെ മൂടി വെച്ചുകൊണ്ട് ചില ആളുകൾ വർത്തമാനം പറയുന്നത് ജനസമൂഹത്തിൽ വികസനം നടന്നിട്ടുണ്ട്, പൂർണ്ണമായും വികസനം നടന്നിട്ടുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ വികസനം നടന്നിട്ടുള്ള ഒരു കാലയളവാണ് 2020-25 എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചൂടപ്പടിയിൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ക്യാമറ യൂണിറ്റ് ഇന്നിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സ്ഥിതിയുണ്ട്. ഗ്രാമീണ റോഡുകളുടെ സ്ഥിതിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഒരു മെമ്പർ പറഞ്ഞത് 2024-25 വർഷക്കാലത്ത് 23-24 കാലഘട്ടത്തിൽ 2,68,00,000 രൂപ ലാപ്സാക്കിയെന്ന് പറഞ്ഞു. ആ വർഷത്തെ തനത് ഫണ്ട് എത്രയാണ്? മൊത്തം ഫണ്ട് എത്രയാണ്? 1,68,00,000 രൂപയാണ് ആകെ ഫണ്ട്. അതിലെങ്ങനെയാണ് 2,43,00,000 രൂപ ലാപ്സാക്കാൻ കഴിയുന്നത്? പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തിപ്പിന്റെ ഭാഗമായിട്ട് 46 ലക്ഷം രൂപയുടെ ബില്ല് സ്പിൽ ഓവറിലേക്ക് പോവുകയും ബില്ല് നൽകാനുണ്ടായിരുന്ന 93 ലക്ഷം രൂപയുടെ ബില്ല് തൊട്ടടുത്ത വർഷം പോവുകയും ചെയ്തപ്പം ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുള്ളതാണ്. പിന്നീട് എന്തിനാണ് ഈ മറച്ചു വെച്ച് കപടവാദം ഉയർത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഗ്രാമീണ റോഡുകൾ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നിട്ടുണ്ട്. പടവന റോഡുകൾ, അതുപോലെ പേവിഷ വാക്സിനേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലഹരിമുക്തമായി ബന്ധപ്പെട്ട് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നത് നിങ്ങളുടെ ദൃശ്യ ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും മനോഹരമായ പരിപാടി നടന്ന കാവൽ കങ്ങഴ എന്ന പരിപാടി നടന്നതും അതിനോടനുബന്ധിച്ച് തുടർ നടപടികളെക്കുറിച്ചും തുടർ പരിപാടികളും ഇപ്പോൾ നടന്നു വരുന്നതുമായിട്ടുള്ള പഞ്ചായത്താണ്. ഏറ്റവും മനോഹരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള എനിക്കുള്ള ചോദ്യം BJP പ്രതിനിധിയോടാണ്. ഈ കങ്ങഴ ഗ്രാമപഞ്ചായത്ത് BJP കോൺഗ്രസ് പ്രതിനിധികളോടാണ്. കങ്ങഴ ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥിരാകേന്ദ്രമായിട്ടുള്ള പത്തനാട് സ്ഥിതി ചെയ്യുന്ന കങ്ങഴ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് 1145 നമ്പറുള്ള കങ്ങഴ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ കോൺഗ്രസും ലീഗും BJP എല്ലാം കൂടെ ചേർന്നാണ് അവിടെ ഭരണം നടത്തുന്നത്. കോടിക്കണക്കിന് രൂപ കുടിശ്ശികയുള്ള ആളുകളിൽ നിന്ന് ഒരു നോട്ടീസ് പോലും അയക്കാൻ തയ്യാറാകാത്ത ആളുകളാണ്. ജനസാമാന്യത്തിന് 10,000 രൂപ വായ്പ എടുത്തിയ ആളുകൾക്കും 50,000 രൂപ വായ്പ എടുത്തിയ ആളുകൾക്കും നിരന്തരമായി നോട്ടീസ് അയച്ച് അവരെ വീടാന്തരം കയറി ഇറങ്ങി അവരെ ഭീഷണിപ്പെടുത്തി നിലപാടെടുത്ത് പോകുന്ന സഖ്യമാണ് പഞ്ചായത്തിലേക്ക് മടവിൽ സഖ്യമായിട്ട് ഇവിടെ രൂപപ്പെട്ട് വരുന്നത്. ആ സഖ്യത്തിൽ ജനം വിശ്വാസം അർപ്പിക്കുന്നില്ല. എന്തർത്ഥമാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായി ഉത്തരം പറയണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. BJP പ്രതിനിധി ഒരു നിമിഷം. BJP പ്രതിനിധി ഇതിനുള്ള മറുപടി പറഞ്ഞു. അവസരം തരാം. BJP പ്രതിനിധി ആദ്യം മറുപടി പറഞ്ഞിട്ട് ഒരു നിമിഷം ആ ചോദ്യത്തിനൊന്നും മറുപടി പറഞ്ഞോട്ടെ. ഒരു നിമിഷം അവസരം തരാം. അങ്ങേക്ക് അവസരം തരാം. പറഞ്ഞോളൂ. അതിന്റെ മറുപടി പറയാം. ഓക്കെ. ഇപ്പം നമ്മുടെ ഈ സൊസൈറ്റി ഈ ബാങ്കിന്റെ പ്രസിഡന്റ് നമ്മുടെ തോമസ് കുട്ടിച്ചായനാണ്. വളരെ നല്ല രീതിയിൽ ഭരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ നല്ല രീതിയിൽ. കാരണം ഒരു നിമിഷം അദ്ദേഹം പറഞ്ഞോട്ടെ. അല്ല അദ്ദേഹം പറയട്ടെ. അവസരം തരാം. ഒരു നിമിഷം അങ്ങേക്ക് അവസരം തരാം. അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന്റെ അവസരമല്ലേ, പറയട്ടെ. ഒരു നിമിഷം തരാം. അവസരം തരാം. കുടിശ്ശിക പിരിക്കാനായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട്. അവസരം തരാം. അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. കുടിശ്ശിക പിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും തോമസ് കുട്ടിച്ചായന്റെ നേതൃത്വത്തിൽ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് പഞ്ചായത്ത് വികസനവുമായി ബന്ധപ്പെട്ട അതിന്റെ ഇടയ്ക്ക് മറുപടി പറയാനുള്ള അവസരം തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഡിയൻസിലേക്ക് പോകുള്ളൂ. തരാം. ഒരു നിമിഷം അത് ഞാൻ പറയാം. പറയട്ടെ. അദ്ദേഹം പറയട്ടെ. ഒരു മിനിറ്റ്. ഞാൻ പറയാം.
ഒരു നിമിഷം CPI-ക്കാരും പറയണം. ഒരു നിമിഷം അതല്ല CPI-ക്കാരും പറയണം. ഇരിക്കൂ മറുപടി കേൾക്കട്ടെ. മറുപടി പറയാൻ അവസരം കൊടുക്കൂ. ഒരു നിമിഷം ഇത് പറയണം. ബാങ്കിന്റെ കുടിശ്ശിക സമ്പന്നന്മാർക്ക് നോട്ടീസ് അയച്ച് ജപ്തി ചെയ്തിട്ടുണ്ട്. 1 കോടി 30 സമ്പന്നന്മാർക്ക് ജപ്തി നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അല്ല 10,000 പേര് 1 കോടിക്കാരെ ഒരുപോലാണ് വായ്പ തിരിച്ചുവിടുവിൽ. മൈക്കുണ്ടല്ലോ. അല്ല ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞോട്ടെ. ഒരു നിമിഷം ഞാൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടല്ല ഇപ്പൊ സംസാരിക്കുന്നത്. സന്ദർഭവശാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ PC നായർ എന്ന് പറഞ്ഞ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ശ്രീ ബാബു BJPയുടെ കങ്ങഴയിലെ മാത്രമല്ല വാഴൂരിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളാണ്. സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു BJPയുടെ നേതാവ്, UDFിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് നടത്തുന്ന ഒരു ബാങ്ക് മാതൃകാപരമാണെന്നും മെച്ചപ്പെട്ടതാണെന്നും ഒക്കെ പറയുന്ന വളരെ അനിതര സാധാരണമായിട്ടുള്ള ഒരു കാഴ്ച ഇന്നിപ്പോൾ ഈ സായം സന്ധിയിൽ ഈ ദേവീക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് വെച്ച് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു വലിയ കാര്യം ഞാൻ ഓർമ്മിച്ചിട്ടുള്ളൂ. BJPയുടെയും കോൺഗ്രസിന്റെയും പരസ്യമായ സഖ്യം ഇവിടെ തെളിഞ്ഞിരിക്കല്ലേ? നോക്കൂ, BJPയും കോൺഗ്രസും തമ്മിൽ ഞങ്ങൾ പരസ്യമായി സഖ്യത്തിലാണെന്ന് BJPയുടെ നേതാവ് അംഗീകരിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും മെച്ചപ്പെട്ടത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത അല്ല, അത്തരം കാര്യങ്ങൾ പൊളിറ്റിക്കലായി കാണേണ്ട ഒരു കാര്യം. BJP ശക്തമായി കോൺഗ്രസിനെ എതിർക്കുന്നു, CPM-നെ എതിർക്കുന്നു, LDF-നെ എതിർക്കുന്നു. കോൺഗ്രസും അതുപോലെ BJP എതിർക്കുന്നു എന്നാണ് പറയുന്നത്. ആ BJPയുടെ നേതാവാണ് ഇവിടെ വന്ന് കോൺഗ്രസ് നടത്തുന്നത് മാതൃകാപരമാണെന്നും വലിയ അംഗീകരിക്കേണ്ടതാണെന്ന് പറയുമ്പോൾ അതിലെ രാഷ്ട്രീയം തിരിച്ചറിയണം. ഈ നാട്ടിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞങ്ങളെല്ലാം 2 നിലപാടാണെന്ന് പറഞ്ഞ് ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ 1-2 സീറ്റ് കിട്ടാൻ താമരയും കൈപ്പത്തിയും ഒക്കെ കൂടെ ഒന്നിച്ച് നടന്ന് വോട്ട് പിടിച്ച് ഈ ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് കയറിപ്പോയി അവിടെ നടത്തുന്ന ഭരണത്തിൻ്റെ തെറ്റായ വഴികളാണല്ലോ ബഹുമാനപ്പെട്ട ഷിയാസ് ഇവിടെ സൂചിപ്പിച്ചേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി BJPയും കോൺഗ്രസും തമ്മിലുള്ള രഹസ്യ ബാന്ധവം ഇന്ന് ദൃശ്യ ചാനലിന്റെ ഈ പരിപാടിക്കിടെ കങ്ങഴയിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ മുൻപാകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു, വെളിപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷം ഭരിക്കുന്ന മുഴുവൻ സർവീസ് സഹകരണ ബാങ്കിൽ 60% പൊളിഞ്ഞ് പാളീസായി അഴിമതി നടത്തിയത് ഈ കേരളം മുഴുവൻ കാണുമ്പോൾ കങ്ങഴ സർവീസ് സഹകരണ ബാങ്ക് 100 വർഷത്തെ പഴക്കമുള്ള കങ്ങഴ സർവീസ് സഹകരണ ബാങ്ക് ഏറ്റവും നല്ല നിലയിൽ പോകുന്നു. അത് പൊളിയാത്തതിൽ LDF-ലുള്ള മനോവിഷവും സങ്കടവുമാണ് ഇതിൽ നിന്ന് വന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം. പിന്നെ ഒരു മിനിറ്റ് നല്ലൊരു ബാങ്ക്, നല്ല ബാങ്കിനെ, നന്നായി പോകുന്ന ബാങ്കിനെ, എല്ലാവരും കൂടെ പറഞ്ഞു കേൾക്കില്ല. ഒരു നിമിഷം നന്നായി പോകുന്ന ഒരു ബാങ്കിനെ BJP എന്നോ CPM-എന്നോ CPI എന്നോ കോൺഗ്രസ് എന്നോ ഇല്ലാതെ SDF എന്നോ ഇല്ലാതെ നല്ലതായിട്ട് പോകുന്നതിനെ അംഗീകരിക്കും എല്ലാവരും. രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ആരോടാണ്? ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടുമാണ് ചോദ്യം. ചോദിച്ചോളൂ. അതായത് ഇവിടെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള BJPയുടെ പ്രതിനിധി സാന്ദർഭികവശാലും SDPയുടെ പ്രതിനിധിയും പറഞ്ഞു, ഇവിടെ കരിമല ഗ്രാനൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്വകാര്യ സ്ഥാപനമുണ്ട്. നമ്മുടെ ഈ പത്തനാട് മൂലേപ്പിടി റോഡ് കഴിഞ്ഞ 45 വർഷമായി ടാറിങ്ങോ ഒന്നുമില്ലാതെ ഒരു വികസനവും ഇല്ലാതെ കിടന്ന റോഡ് ഇപ്പം ഈ കഴിഞ്ഞ സമയത്തൊരു BMBC നിലവാരത്തിൽ വളരെ ഉന്നത നിലവാരത്തിൽ ഇത് നന്നാക്കിയെടുത്ത് ഇതിൻ്റെ പൂർത്തീകരണത്തിലോട്ട് എത്തിയിരിക്കുന്ന സമയമാണ്. ഈ കരിമല ഗ്രാനൈറ്റ്സിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട കരിമല ഗ്രാനൈറ്റ്സ് റോഡിലോട്ട് ഒഴുക്കുന്ന മലിനജലവും നമ്മുടെ വയലിത്തോടെന്ന് പറയുന്ന പ്രാദേശികമായിട്ട് അറിയപ്പെടുന്ന തോടാണ്. അപ്പോൾ ആ വയലിത്തോടിലോട്ട് ഇവരെ ആലം കലർന്ന വെള്ളം, കെമിക്കൽ കലർന്ന വെള്ളം വളരെ വ്യാപകമായിട്ട് മഴയുടെ മറവിലും അല്ലാതെയും ഒക്കെ ഒഴുക്കിവിടുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനും വാർഡ് മെമ്പർക്കും ഉൾപ്പെടെ നിരവധി പരാതി നമ്മൾ നേരിട്ട് കൊടുത്തതാണ്. അതിന് പ്രക്ഷോഭവും കാര്യവും ഒക്കെ നടത്തിയതാണ്. എന്നിട്ടും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നോ വാർഡ് മെമ്പറുടെ ഭാഗത്തു നിന്നോ ഈവൻ കളക്ടറും മുകളിലോട്ട് 48 പരാതി കൊടുത്തതിൻ്റെ AD എൻ്റെ കയ്യിലിരിപ്പുണ്ട്, അക്നോളജ്മെൻറ്റ് ഉൾപ്പെടെ കൊടുത്തതാണ്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിന് ഇതിനൊരു മറുപടി തരാൻ പറ്റുന്നതാണ്. പഞ്ചായത്ത് മറുപടിക്ക് വേണ്ടി ഞങ്ങൾ പല പ്രാവശ്യം ബന്ധപ്പെട്ടതാണ്. ഈ മലിനജലം ഒഴുക്കി ഈ തോട് നാശത്തിൻ്റെ വക്കിലാണ്. അവിടുത്തെ കുടിവെള്ള പദ്ധതി ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ ജലജീവൻ പദ്ധതി ഇല്ല, വാട്ടർ അതോറിറ്റിയുടെ വെള്ളമില്ല,
ജലനിധി പദ്ധതി ഞങ്ങളുടെ വാർഡൊക്കെ എന്ന് പറഞ്ഞാൽ 1-ാം വാർഡ് കടന്നു പോകുന്ന Okay. ഭാഗത്തിൽ ജലനിധി പദ്ധതിയൊക്കെ നിന്ന് പോയിട്ട് തന്നെ വർഷങ്ങളായി. അത് ഉദ്ഘാടനവും സമാപനവും എല്ലാം ഒരു ദിവസമായിരുന്നു. മലിനമാക്കുന്നതിനെ പറ്റി ഇവിടുത്തെ പഞ്ചായത്ത് സർവ്വ രാഷ്ട്രീയ കക്ഷികളും, നമ്മൾ രാഷ്ട്രീയമല്ല പറയുന്നത്, നമ്മുടെ പൗരസമിതിക്കകത്ത് ജനപ്രതിനിധികളോടാണ് ചോദ്യം. ഈ കരിമല ഗ്രാനൈറ്റ്സും മലിനജലം ഈ പബ്ലിക് തോട്ടിലോട്ട് ഒഴുക്കി വിടുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആ പരാതി നൽകിയിരുന്നു. ആ പരാതിയിന്മേൽ എന്ത് തീരുമാനം നടപടി സ്വീകരിച്ചു? കരിമല ഗ്രാനൈറ്റ്സുമായി ബന്ധപ്പെട്ട പരാതികൾ നമ്മൾ ഈ ഒരു ഭരണസമിതി തുടങ്ങിയ കാലത്ത് തന്നെ വന്നിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ആ റോഡിൻ്റെ വികസനം നടന്നു വരുന്നത്. അതിന് ഭാഗമായിട്ട് തന്നെ നമ്മൾ അവരോട് ആവശ്യപ്പെടുകയും റോഡിൽ കൂടി വെള്ളം ഒഴുക്കിക്കൊണ്ട് റോഡിൻ്റെ എന്താണ് പറയുക, അതിനെ ദുർബലപ്പെടുത്തരുത് എന്നുള്ള അറിയിപ്പ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അവർ അവിടെ നിന്നുള്ള വെള്ളം ഒഴുക്കുന്നത് വലിയൊരു കുഴൽ വെച്ചിട്ട് റോഡിലടിയിൽ കൂടെ കാലിങ്കിനടിയിൽ കൂടി ഒഴുക്കി റോഡിൽ വലിയൊരു തോട് വെച്ചിട്ട് മാഡം അങ്ങനല്ല, വലിയൊരു പൈപ്പ് വെച്ച് അത് തന്നെയാണ് നമ്മൾ അന്ന് ആവശ്യപ്പെടുന്നത്. ഇന്നും അല്ല പറഞ്ഞുകൊണ്ട് പറയുന്നതാണ്, മാഡം തന്നെ സമ്മതിച്ചുകൊണ്ട് പറയുന്നതാണ്. ആ വെള്ളം ഒഴുക്കാൻ ഒരു 8 ഇഞ്ച് പൈപ്പ് വെച്ചിട്ട് അത് റോഡിലോട്ട് ഒഴുക്കി നാട്ടുകാരുടെ പറമ്പിലോട്ട് അല്ല ഒഴുക്കണ്ടേ. ഇതിന് ലൈസൻസ് കൊടുത്ത പഞ്ചായത്ത് തീരുമാനിക്കണം. ഇത് അവന്റെ പ്രോപ്പർട്ടി തന്നെ ഇത് നിർമ്മാർജ്ജനം ചെയ്യാൻ തീരുമാനിക്കണം. അതിനുള്ള മാർഗം പഞ്ചായത്തിന് ആർജവം കാണണം. അത് തന്നെയാണ് നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളതും. റോഡിന്റെ പണി പൂർത്തിയാകിയതിനു ശേഷം യാതൊരു കാരണവശാലും ആ വെള്ളം ആ റോഡിലേക്ക് ഒഴുക്കാൻ പാടില്ല. റോഡിലോട്ട് അല്ലെങ്കിൽ തോട്ടിലോട്ട് ഒഴുക്കുമെന്നാണ് മാഡം പറയുന്നത്. റോഡിലോട്ട് അല്ലെങ്കിൽ തോട്ടിലോട്ട് ഒഴുക്കുമെന്നാണ് മാഡം പറയുന്നത്. കങ്ങഴ അമ്പലത്തിന്റെ വാതിൽക്ക കൂടെയുള്ള തോട്ടിൽ കൂടെ വയലി തോട്ടി വന്ന് ചാടിയിട്ട് തോണിപ്പാറ തോട്ടി വരെ ഈ വെള്ളം ചെല്ലുന്നുണ്ട്. ക്ലേ കലർന്ന വെള്ളമാണ്. മാഡം നാളെ ഒരു മഴയുള്ള ദിവസം എന്റെ കൂടെ വരാമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പ്രസിഡന്റ് പറഞ്ഞു ആ റോഡിന്റെ പണി തീർന്നതിന് ശേഷം ഓടയിലൂടെ ഒഴുക്കി വിടാൻ പറഞ്ഞു. ഇപ്പൊ നിലവില് ഏതവസ്ഥയാണുള്ളത്? റോഡിന്റെ പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് തോട്ടിലേക്ക് ഒഴുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിലവില് തോട്ടിലോട്ടാണ് ഒഴുക്കുന്നത്. നിലവില് ഇപ്പൊ അങ്ങനെ വലിയൊരു പരാതി കഴിഞ്ഞ നിലവിൽ തോട്ടിലേക്കാണോ ഈ മലിനജലം ഒഴുകുന്നത്? അങ്ങനെ പറയരുത്. എന്നും പരാതിയായിട്ട് പഞ്ചായത്തിൽ വരാൻ വേറെ പണിയില്ലാത്തവരല്ല നാട്ടുകാരെ. ഇതെന്നാന്ന് വെച്ചാൽ തോട്ടിലോട്ട് ഈ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നമ്മൾ നിരന്തരം പരാതി കൊടുത്തതാണ്. പരാതി കൊടുത്തിട്ട് ആർക്കും ഒരു മറുപടി ഇല്ല. പഞ്ചായത്ത് മെമ്പർക്ക് കൊടുത്തും മാഡത്തിനെ പല പ്രാവശ്യം വന്ന് കണ്ട് പറഞ്ഞാണ്. ലെറ്ററും തന്നാണ്. നിലവിൽ തോട്ടിലേക്കാണ് ഒഴുകുന്നത്. അതിനുള്ള എന്താണ് നടപടി സ്വീകരിക്കുന്നത്? അതിനുള്ള പരിഹാരമാണ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്ന് നടക്കുമെന്ന് എനിക്കിപ്പോ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണോ? അപ്പൊ നിലവിൽ തോട്ടിലേക്കാണ് പോകുന്നത്. വരുന്നു റോഡിലേക്കാണോ അങ്ങനെ പറയാതെ പോകുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിനെ രാഷ്ട്രീയമായിട്ട് കാണരുത്. ദൈവത്തെ ഓർത്ത് ഇതിനെ ഒറ്റ മിനിറ്റ് അല്ല, ഒരു കാര്യം കൂടെ കേൾക്കണം. ഒരു നിമിഷം നമ്മൾ പറഞ്ഞു ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് രാഷ്ട്രീയപരമായിട്ട് കാണരുത്. ഇത് കങ്ങഴയുടെ ഒരു ശാപമാണ്. ഇതിനകത്തെ എല്ലാ രാഷ്ട്രീയ പ്രതിനിധികൾക്കും കേൾക്കാൻ വേണ്ടി അടുത്ത ഇലക്ഷനെ നേരിടാൻ പോകുന്ന മെമ്പർമാര് 16-ാം വാർഡ് 1-ാം വാർഡ് ഒക്കെ ഉൾപ്പെടെ മത്സരിക്കാൻ പോകുന്ന മെമ്പർമാര് ആകാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ മനസ്സിലാക്കാൻ പറയുന്നതാണ്. ഇത് രാഷ്ട്രീയപരമായിട്ട് കാണരുത്. ഇത് നാടിന്റെ പ്രശ്നമാണ്. ആ തോട്ടിലോട്ട് മലിനജലം ഒഴുകിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ നാട്ടുകാർക്ക് കുളിക്കാൻ പറ്റില്ല. ഇത് കയത്തങ്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൽ ഒരു നിലം മുങ്ങാത്ത കയം ഉണ്ടായിരുന്നു. ആ കയമൊക്കെ ഇപ്പൊ മൂടി ക്ലേ ആണ്. ഇത് അറിയാൻ മേലെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഞങ്ങളുടെ കൂടെ വരാമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. ആദ്യത്തെ 2 വർഷക്കാലം ഇവർക്ക് ലൈസൻസ് കൊടുക്കാതെ നമ്മൾ പിടിച്ചു വെച്ചവരാണ്. എന്റെ ഭരണസമിതിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രസിഡന്റ് പറയട്ടെ ഒരു നിമിഷം. മുന്നിൽ ഇതെടുത്ത തീരുമാനം എനിക്കറിയാം. അതുകൊണ്ടാണ് പ്രസിഡന്റിന് മുമ്പ് 2008 ലൈസൻസിന് വരുന്നത്. ഞങ്ങളുടെ ഭരണസമിതി ഏകകണ്ഠമായി ഇത് കൊടുക്കരുതെന്ന് തീരുമാനിച്ചു. ഗവൺമെന്റിന്റെയും ഹൈക്കോടതിയുടെയും ചില ഉത്തരവുകളും കാരണമാണ് ഇത് വന്നത്. പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കാതാണ് ഈ ഗ്രാനൈറ്റ് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് നിയമപരമായി ഇല്ല, കോടതി നിയമപരമായിട്ട് ലൈസൻസ് ഇല്ല. പിന്നെ കോടതി കൊടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള പോലെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അതാണ് ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഈ ജനങ്ങളോടൊപ്പം. പ്രസിഡന്റ് മറുപടി പറയട്ടെ. ഒരു നിമിഷം പ്രസിഡന്റ് മറുപടി പറയട്ടെ.
ഒരു നിമിഷം പ്രസിഡന്റ് മറുപടി പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് 2 വർഷക്കാലം നമ്മൾ ലൈസൻസ് കൊടുക്കാതെ ഇരുന്നു. അതിനുശേഷം ഹൈക്കോടതിയുടെ ഉത്തരവുമായി അവർ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ലാഗ് ചെയ്തു. അതിനുശേഷം ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോഴാണ് നമ്മൾ ലൈസൻസ് കൊടുത്തത്. അപ്പൊ ഈ മലിനജലം ഒഴുകുന്നു ഈ പൊതു പ്രശ്നമായിട്ട് ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും നടപടി എടുക്കുവോ? അത് നടപടി എടുക്കാമല്ലോ. തീർച്ചയായിട്ടും ദിവസങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞാലും നടപടി എടുക്കാൻ കഴിയുമല്ലോ. ഒരു നിമിഷം പറയട്ടെ ഒരു മിനിറ്റ് പറയട്ടെ. പറഞ്ഞോളൂ. ഇതൊരു പൊതു പ്രശ്നമാണ്. എത്രയും വേഗം നാട്ടുകാർക്കൊരു ഇത് വേണമെന്നാണ് പറയുന്നത്. എത്രയും വേഗം നാട്ടുകാർക്ക് അതിനൊരു മറുപടി ഉണ്ടാകുന്നതായിരിക്കും, അല്ലെ അവർക്കൊരു തീരുമാനം കൊടുക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, റോഡിന്റെ ഓടയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന. ഒരു നിമിഷം പറയട്ടെ. പറഞ്ഞോളൂ. ഒരു നിമിഷം പറയട്ടെ. പറഞ്ഞോളൂ. ഒരു നിമിഷം ഞാൻ പറയാം അവരോട്. ഒരു നിമിഷം പറയട്ടെ. പ്രസിഡന്റ് പറയട്ടെ. ഇരിക്കൂ. നിങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല. പ്രസിഡന്റ് പറയട്ടെ. നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ ജലം, അവരുടെ നിങ്ങൾ പറയുന്ന അങ്ങനല്ലേ, അവിടെ തന്നെ പിന്നെ എന്താ പറയുക, നിർമ്മാർജ്ജനം ചെയ്യാനുള്ള വലിയ സംവിധാനം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി അത് തുടർന്നു കഴിഞ്ഞാൽ ഒരു തുടർ നടപടി സ്വീകരിക്കണം. ഓക്കെ, എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും? ഇത് തുടർന്നു കഴിഞ്ഞാൽ എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും? ഒരു നിമിഷം. ഈ 15 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു മിനിറ്റ്. ഈ 15 ദിവസം കൊണ്ട് എന്തെങ്കിലും നടപടി ഇതിന്മേൽ എടുക്കാൻ സാധിക്കുമോ? ഈ ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സ്റ്റോപ്പ് മെമ്മോ എന്തുകൊണ്ട് കളക്ടർ കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് കളക്ടർ അതിനൊരു പിന്നെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നില്ല? അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് ചോദിച്ചോളൂ. ഇവിടെ ഒരു പൊതു ടോയ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 17 വർഷമായിട്ട് കങ്ങഴ പഞ്ചായത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ചു ചോദിക്കുന്ന ഒരു വനിതയാണ് ഞാൻ. എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഞാൻ നാട്ടിൽ ആരുടെ വീട്ടിൽ പോകണം. UDFിന്റെ, ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരിയാണ്. UDFിന്റെ ഭരണകാലത്ത് ഇവിടെ ഈ ടോയ്ലറ്റ് കൊണ്ടുവന്ന് സ്ഥാപിച്ചു. അതിന് അവർ കണ്ടെത്തിയ സ്ഥലം അതാണ്. അതിനെ അന്ന് പ്രതിപക്ഷത്തിരുന്നവരെ എതിർത്തു. ഇപ്പോൾ നിങ്ങളുടെ ഭരണം വന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ അത് പുനഃസ്ഥാപിക്കുക, ഇല്ല എങ്കിൽ ഒരു പൊതു ടോയ്ലറ്റ് ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാവർത്തികമാക്കി തരിക. ഞാൻ പറയട്ടെ അത് ഒരു നിമിഷം ചോദ്യം പൂർത്തീകരിച്ചോളൂ. ഓട്ടോ സ്റ്റാൻഡിന് മുൻവശത്തായിട്ട് കാണുന്ന ഒരു ലൈബ്രറി അടങ്ങുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ലക്ഷങ്ങൾ മുടക്കി അവിടെ ടൈൽ പതിച്ചു. അതെന്താവശ്യത്തിന്? സാമൂഹിക വിരുദ്ധർ അവിടെ വന്നിരുന്ന് അപ്പിയിടാനും യൂറിൻ പാസ് ചെയ്യാനും രാവിലെ ഇവിടെ ഓട്ടം വരുമ്പോൾ ഞാൻ കാണുന്ന നായ്ക്കൾ അവിടെ കയറി ആ അപ്പി ഭക്ഷിക്കുന്നൊക്കെയാണ് കാണുന്നത്. ആ ഒരു പരിപാടി വേറെ ഒരു പൊതു ടോയ്ലറ്റിന് വേണ്ടി അവിടെ ഉപയോഗപ്പെടുത്തിയ പൊതുജനത്തിന് അത് ഉപകാരമായിരുന്നു. അതുപോലെ മുടത്തിന് 30 വെയിറ്റ് ഷെഡ് ഇവര് ഭരിക്കുന്ന പക്ഷിയോട് തന്നെ ചോദിക്കുന്നത്, വാദിച്ച് ഇവര് മത്സരിച്ച് ഈ വെയിറ്റ് ഷെഡ് മുഴുവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൈസ അല്ലാത്ത കാര്യങ്ങളെല്ലാം ഓരോ ഫണ്ടും വകമാറ്റി ചെലവാക്കാൻ ആ ഭരണകക്ഷികൾക്ക് കഴിയും. എന്തുകൊണ്ട് ഈ ഒരു പാവപ്പെട്ട കിടക്കാടമില്ലാത്തവർക്ക് 4 ലക്ഷം മാത്രം കൊടുത്തോണ്ട് ഒരു വീട് വെക്കുന്നു? ആ വീടിന് ആ പൈസ അനുവദിച്ചുകൂടെ? ഓക്കെ, പ്രസിഡന്റിന് മറുപടി പറയാം. ഓക്കെ, ടോയ്ലറ്റിന്റെ കാര്യം ഞാനിവിടെ ഒന്ന് സൂചിപ്പിച്ചു. ആനുവൽ മെയിൻ്റനൻസ് ആ ടോയ്ലറ്റിന് നമ്മൾ വർഷത്തിൽ ആദ്യത്തെ 3 വർഷങ്ങളിലും വെച്ചു എന്നാണ് എൻ്റെ ഒരു ധാരണ. അന്ന് പറയട്ടെ, ഓഡിറ്റ് ഒബ്ജക്ഷനിലാണത്. ഇനിയും അതിന് ഫണ്ട് വെക്കാൻ കഴിയില്ല. അതാണ് നിങ്ങൾ പറയുന്ന ഈ ടോയ്ലറ്റ്. അതുപോലെ തന്നെ എന്തുകൊണ്ട് കാണുന്നില്ല ജലനിധിയുടെ 2 ടോയ്ലറ്റുകൾ? ഇതുവരെ ബഹുമാന്യായ സഹോദരി കണ്ടിട്ടില്ലെന്ന് പറയുന്നു. 2 ടോയ്ലറ്റ് നമ്മുടെ കൃഷിഭവനോട് ചേർന്ന് തന്നെ 2 ടോയ്ലറ്റ് ഉണ്ട്. ആർക്കും യൂസ് ചെയ്യാമല്ലോ. അടിസ്ഥാന സൗകര്യങ്ങൾ ആ ടോയ്ലറ്റിൽ ഇല്ല എന്നാണ് പറയുന്നത്. പറയട്ടെ ഇപ്പൊ ഇവിടെ എല്ലാവരും ഈ കുടിവെള്ളത്തിന്റെ വിഷയം പറഞ്ഞു ഇല്ലേ, ജലത്തിന്റെ ക്ഷാമത്തെ കുറിച്ച് പറഞ്ഞു. ഈ റോഡ് പണി വികസനം വരുമ്പോൾ നമുക്ക് ചില ഘട്ടങ്ങളിൽ ചില കാര്യങ്ങൾക്ക് തടസ്സം നേരിടും. അതിന്റെ ഭാഗമായിട്ട് അവിടെ വെള്ളമില്ല. പിന്നെ കുഴൽക്കിണർ പറയട്ടെ, കുഴൽക്കിണർ അതിന്റെ താഴ്വശത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ കപ്പാസിറ്റി കുറഞ്ഞത് കാരണം നമ്മളിപ്പോ പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെ അതിന്റെ മുറ്റത്ത് തന്നെ ഒരു നിമിഷം മറുപടി പറയാം. അവര് പറയട്ടെ, അടുത്ത ചോദ്യത്തിന് മറുപടി പറയട്ടെ.
അല്ലല്ല ഇല്ല, 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 പറയും, അത് പറയും. അങ്ങനെ ഓക്കെ, പറഞ്ഞോളൂ ഒരു നിമിഷം ഒരു നിമിഷം. നിങ്ങൾ ഇരിക്കൂ, നിങ്ങൾ ഇരിക്കൂ, നിങ്ങൾ ഇരിക്കൂ, ഇരിക്കൂ. അല്ലല്ല, നിങ്ങൾ 15 ദിവസത്തെ കാര്യം പറഞ്ഞല്ലോ. ഈ മറുപടി കൂടി ഒന്ന് കേൾക്കൂ, ഈ മറുപടി കൂടി ഒന്ന് കേൾക്കൂ. കങ്ങഴ പഞ്ചായത്തിൽ അധികാരത്തിലിരിക്കുന്ന ഭരണസമിതി അല്ല പറയട്ടെ, ഞാൻ ഈ മറുപടി ഒന്ന് കേൾക്കൂ, മറുപടി ഒന്ന് കേൾക്കൂ. ജിജിയും ഷൈജുവും കേൾക്കാനായിട്ടാ പറയുന്നത് കേട്ടോ. ഷൈജു, നിങ്ങൾ കേൾക്കാനായിട്ടാ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിമർശനം ഏതെങ്കിലും തരത്തിൽ പ്രത്യേകമായ ഒരു കാര്യം ഉയർത്തിക്കൊണ്ടുവന്ന് നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയെ മറ്റു ചില വിമർശനങ്ങൾ കൊണ്ടുവന്നതുപോലെ അപകീർത്തിപ്പെടുത്താനാണെന്ന് കരുതുന്നില്ലാത്തതുകൊണ്ടാണ് LDFന്റെ ഒരു പൊതി എന്നുള്ള നിലയിൽ മറുപടി പറയാൻ ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു വ്യക്തി ആരും കാണണ്ട. പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഭരണത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ LDFനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ആ വീഴ്ച ഏറ്റെടുക്കുന്ന ഒരു സംഘടനാ രീതിയാണ് ഞങ്ങളുടേത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു തീരുമാനവും നടപ്പാക്കുന്ന ഒരു രീതി LDF സംവിധാനത്തിലില്ല. അതാരും കരുതുകയും വേണ്ട. അല്ല, ഞാൻ നടപടിയെടുത്തു, ഞാൻ നടപടി എടുക്കണം, നിങ്ങൾ നടപടി എടുക്കുമെന്ന് പറയുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മറുപടി പറയാൻ ശ്രമിക്കുന്നത്. അത് ഒന്ന് പറഞ്ഞോട്ടെ, ഇപ്പം പറയാം. 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം, 1 മിനിറ്റ് കൊണ്ട് പറയാം. നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് പറയാനുള്ളൊരു കാര്യം, നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു പോയ കൂട്ടത്തിൽ ഈ നാട്ടിലെ ആളുകൾക്ക് മുഴുവൻ പ്രയോജനം ചെയ്യുന്ന ഇടയിരിക്കപ്പുഴ ആശുപത്രിയെക്കുറിച്ച് ചില വിമർശനങ്ങൾ പറഞ്ഞു. ഇടയിരിക്കപ്പുഴ ആശുപത്രി ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൈപിടിച്ചുയർത്തിയ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി ഇവിടെ ഇരിപ്പുണ്ട്. ആ ആശുപത്രിയിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കേട്ട വിമർശനങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് അനുഭവസ്ഥർക്കറിയാം. രണ്ടാമത്തെ കാര്യം നിങ്ങളിത് കണ്ടോ? അല്ല പറയാം, നിങ്ങളിത് കണ്ടോ? അൻസാരി ഇത് കണ്ടോ? നിങ്ങൾ ഈ സംഭവം കണ്ടോ? ഈ ഗ്രാമപഞ്ചായത്ത് പറയട്ടെ, ഇത് കണ്ടോ? ഇതിന്റെ പേര് വികസന സന്ദേശം എന്നാണ്. ഒരു ഗ്രാമപഞ്ചായത്ത് അതിന്റെ 5 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ അച്ചടിച്ച് നാട്ടിലെത്തിക്കാനുള്ള ധൈര്യം ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മറുപടി കിട്ടുന്നത് മറ്റൊരു കാര്യത്തിലാണ്, ആ തോടിന്റെ കാര്യത്തിലാണ്, ആ മലിനീകരണ. ഒരു നിമിഷം അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വിമർശനം വസ്തുതാപരമാണെങ്കിൽ, ഇപ്പം നിങ്ങളെ പൗരസമിതി എന്ന നിലയിൽ ഉയർത്തിയ വിമർശനം വസ്തുതാപരമാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ മലിനജലം ആ ക്രഷർ യൂണിറ്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത്, ഞാൻ പറയുന്നത് ഷൈജിന് കേൾക്കാവോ? ഇപ്പോൾ അവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന മലിനജലം താഴേക്ക് ഒഴുകി വന്ന് റോഡിൽ കൂടി വയലിൽ തോട്ടിൽ പതിച്ച് അത് നേരെ നമ്മുടെ നെടുങ്കുന്നം പഞ്ചായത്തിലുള്ള റോഡിൽ കോവേലിയിൽ എത്തിച്ചേർന്ന് അത് നെടുമണ്ണി തോട്ടിലേക്ക് ചേരുന്നു എന്നാണല്ലോ ഷൈജു പറഞ്ഞതിൻ്റെ പൊരുൾ, അല്ലേ? അതാണ് സത്യം. ആ സത്യം വസ്തുതയാണെങ്കിൽ തീർച്ചയായും അതിന് ചെയ്യാനുള്ള നിലവിലുള്ള ഞാൻ മനസ്സിലാക്കിയിടത്തോളമുള്ള അത് വസ്തുതയാണെങ്കിൽ ഈ പറഞ്ഞ ആളുകളുടെ സ്ഥാപനത്തിൻ്റെ പരിസര പ്രദേശത്തു നിന്നും അല്ലെങ്കിൽ അവിടുത്തെ ഫാക്ടറിയിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസംസ്കൃത വസ്തുക്കളുമായി ബന്ധപ്പെട്ട് രൂപാന്തരപ്പെടുന്ന മലിനജലമാണെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥതയിലുള്ള അതേ സ്ഥലത്ത് തന്നെ ഇത് സംസ്കരിക്കാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? തീർച്ചയായിട്ടും പരിഹരിക്കും. അങ്ങനെയെങ്കിൽ നിശ്ചയമായും മൂന്ന് വർഷമായിട്ട് പൗരസമിതി കൊണ്ടു കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പഞ്ചായത്തിന്റെ ഭരണം അവസാനിക്കുമ്പോൾ സാറ് മനുഷ്യന്റെ കണ്ണി പൊടിയിരുന്ന ഒരിക്കലും അതിനെ ജിജി അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഈ 3 വർഷം എന്നാണ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞല്ലോ, ദേഷ്യപ്പെടാ ജിജി അവിടെ നിൽക്കി, ഞാൻ പറയട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യും, അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല ഞാൻ പറയട്ടെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാ നിൽക്കുന്നത്. കാരണം ഇവിടെ ഒരു സ്ഥലത്ത് കേട്ടെ, ഞങ്ങൾ ഇത്തരം വിമർശനങ്ങളെ ക്രിയാത്മകമായി കാണുന്നത്. ഇതുപോലൊരു യോഗത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ടവന് വീട് കൊടുക്കണമെന്നുള്ള ആവശ്യം ഇന്ന് ഈ പഞ്ചായത്ത് മേഖലയിൽ ഇല്ല. തീരുമാനമെടുക്കും, സംശയം വേണ്ട. എന്താണ് കരിമല ഗ്രാനൈറ്റ്സുമായി ബന്ധപ്പെട്ട് ഒരു നിമിഷം, ഹലോ
പറഞ്ഞോളൂ പറഞ്ഞോളൂ അങ്ങ് കരിമല പറഞ്ഞോളൂ. ഗ്രാനേഴ്സുമായി ബന്ധപ്പെട്ട അതിന്റെ നിയമവും സാങ്കേതികത്വം അവിടെ നിൽക്കട്ടെ. ഈ 5 വർഷക്കാലമായിട്ട് ആ പരിസരത്തുള്ള ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഈ പൗരസമിതി അടക്കമുള്ളവർ പഞ്ചായത്തിന്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനകത്ത് ഈ അമിതമായ വെടികൾ ഒച്ചയൊക്കെ ഭയങ്കര അവിടുത്തെ വീടുകൾക്ക് മുഴുവൻ ക്ഷതമേക്കുന്ന ഒരു സംവിധാനം. ഒപ്പം ഈ മാലിന്യ ജലം നിർമ്മാർജ്ജനമുള്ള സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ കമ്മിറ്റി പല പ്രാവശ്യം ചർച്ചപ്പെടുക. പക്ഷെ നാളിതുവരെ ഉത്തരവാദിത്തപ്പെട്ടവർ അവരുമായിട്ട് സംസാരിച്ച് അതിന്റെ നിയമവും സാങ്കേതികത്വവും ലൈസൻസും പൊട്ടിക്കുന്നതൊക്കെ വേറെ ഭാവമാണ്. ഈ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവരെ ഈ പറഞ്ഞ അനധികൃതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാക്കാനായിട്ട് കഴിവുള്ള ഒരു ഭരണസമിതിക്ക് കഴിയും. അത് ഇന്നേ നാൾ വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. എല്ലാവരോടും മറുപടിയാ പറഞ്ഞേ. ചോദ്യമുണ്ടോ? ആരോടാണ് ചോദ്യം? ഒരു നിമിഷം. ആരോടാണ് ചോദ്യം? വേഗം ചോദിച്ചു. നമുക്ക് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് വേഗം ചോദിച്ചോളൂ. ഒരു നിമിഷം ചോദിച്ചോളൂ, വേഗം ചോദിച്ചോളൂ. ആരോടാണ്? ബി ജെ പി പ്രതിനിധിയോട് ചോദിച്ചോളൂ. പാറമടയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിക്കാനുള്ളത്, കങ്ങഴ 1-ാം വാർഡിൽ പാറമട നടത്തിയ ഒരു വ്യക്തി ഇവിടെ ഉണ്ട്. ആ വ്യക്തിയുടെ പാറമടയിൽ എത്ര പേര് മരിച്ചു എന്നുള്ളതൊന്ന് പരിശോധിക്കണം. ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞല്ല, അതാണ് ചോദ്യം. കാര്യം എന്താ ആവശ്യമില്ലാത്തതല്ലായിട്ടല്ല ചോദിച്ചത്. അങ്ങനെ നെടുങ്കുന്നം പഞ്ചായത്തിൽ പാറമട നടക്കുന്നുണ്ട്, എനിക്കറിയാം. ടീച്ചേട്ടന്റെ ഇതില് അവിടെ പാറമട മൂടുന്നില്ല. നിക്കേ ഒരു നിമിഷം നമുക്ക് പറയാൻ അവസരമില്ല. ഒരു നിമിഷം, അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു നിമിഷം നമുക്ക് ചോദിക്കാം. ചോദിച്ചോളൂ. പാറമടയാണോ അദ്ദേഹത്തിന്റെ ചോദ്യം? ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എല്ലാ മേഖലയിലും ഒരു വ്യക്തിയെ പറഞ്ഞല്ല. പാറമട ദൂഷ്യ. അപ്പൊ അവരൊരു മറുപടി നൽകിയിരുന്നു. BJP പ്രതിനിധിക്ക് മറുപടി പറയാം. ചോദിച്ചോളൂ. നമ്മളല്ല ഉത്തരം പറയേണ്ടത്, നിങ്ങൾ ചോദിക്കുന്ന പ്രതിനിധിയാണ് ഉത്തരം പറയേണ്ടത്. നിങ്ങളോട് ചോദിച്ചോളൂ. ചോദിക്കൂ. ഞാൻ ചോദിച്ച ചോദ്യം, മടയെന്ന് പറയുന്ന സാധനം ഈ കങ്ങഴ പഞ്ചായത്തിന് ലോകത്തെല്ലാം ഉണ്ട്. ഈ മട നിയമപ്രകാരം കുഴിച്ചു കഴിഞ്ഞാൽ മൂടണം. അവിടെ ജനങ്ങളുടെ സുരക്ഷിത മട നടത്തുന്നവർ ചെയ്യണമെന്നാ അദ്ദേഹം പറഞ്ഞ പോയിന്റ്. ശരിയാണ്, വെള്ളം എല്ലാരും ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. അത് അവിടെ നിൽക്കട്ടെ. പിന്നെ BJP പ്രതിനിധിയായ എന്റെ അയൽവാസി, എന്റെ സുഹൃത്തു, എന്റെ ബാവുച്ചേട്ടനായ ബാവുച്ചേട്ടനോട്, കങ്ങഴ പഞ്ചായത്ത് 1-ാം വാർഡ് എന്ന് പറയുന്ന സ്ഥലം 10 വർഷമായിട്ട് 10 വർഷം BJP എന്ന് പറയുന്ന ഒരു മെമ്പറാണ് ഭരിക്കുന്നത്. ഞാൻ 10 വർഷക്കാലം നിയമയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. വേസ്റ്റ് അറവ് മാലിന്യങ്ങൾ തള്ളുക, അത് പഞ്ചായത്തിന്റെ പുറത്ത് വഴിയായിട്ട് കാര്യമില്ല. ഒരു വഴിവിളക്ക്, അനാശാസനം. ഞാൻ നിരന്തരം ബന്ധപ്പെടുന്ന, ഞാൻ LDF-ന്റെ പ്രതിനിധിയാണ്. നിരന്തരം LDF ഒന്നില്ലാതെ ബന്ധപ്പെടുന്ന ശൈച്ചാൻ ഉൾപ്പെടെ അറിയാം, പലർക്കും അറിയാം. അദ്ദേഹം പറയുന്നത് LDF-ന്റെ കാഴ്ചപ്പാടിൽ മോശമായിട്ടാണ് അത് നടക്കാത്തത്. ഇന്ന് അതിന് സ്വപ്നസാംസ്കാര്യം ഞങ്ങൾ വരിക 6 മണിക്ക് ജനപ്രതിനിധി നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഈ BJP എന്നുള്ള ഒരു പ്രതിനിധി എന്തു ചെയ്തു 10 വർഷക്കാലമായിട്ട് 1-ാം വാർഡിൽ? ഞാൻ എടുത്തു പറയുന്നു, പോയി വെച്ച് പറയുന്നു, ആ വാർഡിന്റെ ചീരമറ്റം ചൂളപ്പടി തൊട്ട് നമ്മുടെ റാന്നുറ്റുപാറ വരെ എന്ത് വികസനം നടത്തി എന്ന് പറഞ്ഞാൽ കൊള്ളാം. 1-ാം വാർഡിൽ എന്തൊക്കെ വികസനങ്ങൾ നടത്തി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പറഞ്ഞോളൂ. എന്റെ സ്നേഹിതൻ കൊച്ചുണ്ണിയോട് പറയാനുള്ളത്, 5 വർഷമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ഇന്നാണ് ഇതിന്റെ ഉദ്ഘാടനം. അപ്പൊ ഇന്നലെ വരെ വേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വരെ, അതിലെ കഴിഞ്ഞ മാസം വരെ, കഴിഞ്ഞ മാസം വരെ ഞാൻ എന്നും അതിലേ പോകുന്ന ആളാണ്. ഇപ്പം ഇത് കേൾക്കേ, ഇവിടെ ഉദ്ഘാടനം നടക്കുമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്, നല്ല കാര്യം അല്ല. ഇത് കേൾക്കേ, ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞോളൂ. അതിൽ വളരെ സന്തോഷമുണ്ട്, നല്ല കാര്യം. എന്തൊക്കെ വികസനങ്ങളാണെന്ന്? അതുപോലെ അവിടെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ലൈന്, അതായത് സ്ട്രീറ്റ് മെയിൻ ലൈൻ വേണം. മെയിൻ ലൈൻ ഉള്ളിടത്ത് മാത്രമേ നമുക്ക് ബൾബിടാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. എൻ്റെ അറിവ് വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പഞ്ചായത്ത് മെമ്പറല്ല, പഞ്ചായത്ത് മെമ്പർ ആയിട്ടുമില്ല. എനിക്ക് ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ ചെയ്യേണ്ട ജോലികളെ കുറിച്ചും അറിയത്തില്ല. ഞാനിപ്പോൾ ഇത് കണ്ട കാര്യമാണ് ഈ പറയുന്നത്. പിന്നെ അവിടെ പാറമടയിൽ എത്ര പേര് വീണ് ചത്തെന്ന് എൻ്റെ കണക്കില്ല. ആ കണക്ക് ഞാൻ എവിടുന്നാ കൊണ്ടിരുന്നേ?
അതെ എന്റെ ഓക്കേ. സ്നേഹിതൻ അറിയാം. ഒരു മിനിറ്റ്, എന്റെ സ്നേഹിതൻ അറിയാതെ വേഗം മറുപടി പറയൂ. എന്റെ സ്നേഹിതൻ അറിയാം 3-4 പേരുടെ പാറമടയിൽ എത്ര പേര് മരിച്ചു. ഞാൻ ഒന്നാമത് ഈ നാട്ടിലുള്ള ആളല്ലായിരുന്നു. ഓക്കേ. ഞാനൊരു 10-15-5-8 വർഷമേ ആയുള്ളൂ വിദേശത്തു നിന്ന് വന്നിട്ട്. അത് മറുപടി പറയൂ. അത് മോശമാണ്. അങ്ങനെ പറയരുത്. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോളൂ. ഈ വേസ്റ്റ് വെള്ളം നമ്മുടെ ഒരു പ്രശ്നമാണ്. അത് ഷൈജുവിന്റെ പ്രശ്നം മാത്രമല്ല. കങ്ങഴപ്പാറയിൽ നിന്ന് ആ പാറമടയിൽ നിന്ന് ഞാൻ ഞാൻ ഇവിടെ സൊസൈറ്റിയുടെ കാര്യം പറഞ്ഞ് ഞാൻ ഇവിടെ ഏതാണ്ടൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ പറഞ്ഞോളൂ. മറുപടി പറഞ്ഞോളൂ. ഈ പ്രശ്നം പറഞ്ഞോളൂ. ഈ പ്രശ്നം കങ്ങഴയുടെ പ്രശ്നമാണ്, നിങ്ങളുടെ പ്രശ്നമല്ല, പഞ്ചായത്തിന്റെ പ്രശ്നമല്ല. ഇത് കരിമല ക്രഷറിൽ നിന്ന് ഒഴുകി പോകുന്ന വെള്ളം കങ്ങഴപ്പാറ വരെയുള്ള, ഞാൻ പോയി കണ്ടിട്ടുണ്ട് പല വീടുകളിലെ കിണറ്. അത് പാലിന്റെ കളറാണ് വെള്ളത്തിന്. ചോദിച്ചു നോക്ക്, ശരിയല്ലേ? പാലിന്റെ കളറ്. അത് പാറപ്പൊടി കഴുകി വരുന്ന വെള്ളമാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ വെള്ളം അതാണ് ഇവര് പറഞ്ഞത്. അല്ലാതെ മെമ്പർ നിങ്ങളെ ഒന്നും. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഒരു നിമിഷം. നമുക്ക് സമയപരിമിതി ഉണ്ട്. മാത്രമല്ല അമ്പലത്തിലെ നട തുറക്കാനുള്ള സമയമുണ്ട്. ഒരു നിമിഷം വെക്കൂ. മൈക്ക് താഴെ വെക്കൂ. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഒരു നിമിഷം. നമ്മൾ ഇനി ഒരു തെരഞ്ഞെടുപ്പ് മുന്നിലേക്ക് വരികയാണ്. നമ്മുടെ നാടിനെ ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് മുന്നിലേക്ക് വന്നേക്കുകയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിന്റെ കൂടുതൽ വികസനങ്ങൾക്കായി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? നമ്മളിവിടെ ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്ന് ഈ 5 വർഷക്കാലം ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുവാൻ എനിക്ക് അവസരം കിട്ടിയില്ല. നിങ്ങൾക്കറിയാം, നമ്മളിവിടെ ഇനി എന്തൊക്കെ കൊണ്ടുവരും, ഏതൊക്കെ മേഖലയിൽ പറയാം. 2 സ്മാർട്ട് അംഗനവാടികൾ ഇവിടെ ഉണ്ടായി. അതിൽ ഒരെണ്ണം പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ശ്മശാനത്തിന്റെ സെല്ല് നിർമ്മാണം, റോഡ് നിർമ്മാണം, അത് ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണം നടക്കുന്നു. കായിക മേഖലയിൽ എന്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കും? മേഖലയിൽ ഞാൻ ഒരു കളിക്കളം പറഞ്ഞിരുന്നു. കൊണ്ടുവരാൻ സാധിക്കുമോ? എല്ലാ വാർഡിലും പഞ്ചായത്തിന് പറഞ്ഞോളൂ. എന്തൊക്കെ വികസനം, ഏതൊക്കെ മേഖലയിൽ പറഞ്ഞോളൂ. പഞ്ചായത്തിന് എല്ലാ വാർഡിലും കളിസ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള സ്ഥലപരിമിതി ഉണ്ട്. വിട്ടുതരിക. നാട്ടുകാരെല്ലാരും കൂടി ഒരുമിച്ച് ചേർന്ന് നമുക്ക് കളിസ്ഥലത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കും. ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും? ആരോഗ്യ മേഖലയിൽ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളിവിടെ വളരെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമ്മുടെ പരിശോധനകൾ നടത്തുന്നതിനുള്ള ഒരു ലാബ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു നിമിഷം പറഞ്ഞോളൂ. പ്രശ്നങ്ങൾ പരിഹരിക്കും. ഒരു നിമിഷം. പ്രശ്നങ്ങൾ പരിഹരിച്ച് അടുത്ത ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. ഒരു നിമിഷം. അങ്ങിരിക്കൂ. പറഞ്ഞോളൂ, എന്താണ് മറുപടി? ഇതൊരു ആരോഗ്യ മേഖലയിലെ ഫാമിലി ഹെൽത്ത് സെന്റർ ആണിത്. ഇവിടെ ഉച്ചവരെയുള്ള ഡോക്ടർമാരുടെ സേവനമേ നമുക്കുള്ളൂ. പിന്നീട് വെച്ചിരിക്കുന്ന ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ഒരു ഡോക്ടറെയാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം വെച്ചിരിക്കുന്നത്. ബ്ലോക്ക് ഫണ്ടിങ് നടത്തിക്കൊണ്ട് അതിനെ ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ. കാർഷിക മേഖലയിൽ എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ സാധിക്കും? കാർഷിക മേഖലയിൽ തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൃഷി ആരംഭിക്കുന്നതിനും നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, പ്രൊജക്ടുകളെല്ലാം തന്നെ കുറെ കൂടി മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കും. പിന്നെ കാർഷിക പുനരുജ്ജീവന കേന്ദ്രം നിങ്ങൾ പറയുന്നു ആരും ഏറ്റെടുത്തിട്ടില്ലെന്ന്. അതിന്റെ മുകളിൽ 2 വലിയ ഹാളുകളുണ്ട്. ആ ഹാളിൽ നമ്മൾ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ഒരു കമ്പനിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ട് നാട്ടിലുള്ള 10-20 ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ അവിടെ നമുക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ലൈഫിൽ ഞാൻ പറഞ്ഞു, മനസ്സോടിത്തിരി മണ്ണ് ഇവിടെ 4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പിന്നെ ഈ പൂർത്തീകരിക്കും. 14 കുടുംബങ്ങൾക്ക് മണ്ണ് കൊടുക്കാൻ. അടുത്ത പ്രതിപക്ഷത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് ഒരു അവസരം. അടുത്ത ഭരണത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും? കങ്ങഴ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമീണ റോഡുകൾ പുനരുദ്ധരിക്കുന്നതിന് ആദ്യത്തെ പരിഗണന കൊടുക്കും. കങ്ങഴ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ നടത്തും.
അതുപോലെ കുടിവെള്ള പദ്ധതി കുടിവെള്ളം പദ്ധതി ഇപ്പൊ ജലജീവൻ പദ്ധതി ഉണ്ട്. അത് കൂടുതൽ സ്പീഡിലാക്കിക്കൊണ്ട് വെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനം, ഒപ്പം ഇപ്പം മുടങ്ങിക്കിടക്കുന്ന ജലനിധി പദ്ധതികളും നിലവിലുള്ള വാട്ടർ അതോറിറ്റി റീസ്റ്റാർട്ട് സംസ്കരണത്തിൽ എന്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കും? മാലിന്യ സംസ്കരണത്തിന് ഇപ്പം ഈ ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സർക്കാർ മുടക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ, മാലിന്യ നിർമ്മാർജ്ജനം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? നടക്കും, തീർച്ചയായിട്ടും. ആരോഗ്യ മേഖലയിൽ നടക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പൊ ക്യാമ്പുകളും സെമിനാറുകളും ബോധവൽക്കരണമാണ്. ഈ മാലിന്യം മുഴുവൻ ഇപ്പോഴും പറമ്പിൽ കിടക്കുക. അപ്പൊ ഇതെല്ലാം ഇതിനൊരു കൃത്യമായിട്ട് നിലപാടുകൾ സ്വീകരിക്കും. ആരോഗ്യ മേഖലയിൽ എടിയിരിക്കപ്പോഴാണ് നമുക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉള്ളത്. അവിടെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കും, മരുന്നുകളുടെ സേവനം ലഭ്യമാക്കും. അതിന്റെ കീഴിലുള്ള സബ് സെന്ററുകളിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ സബ് സെന്ററിലെ പ്രവർത്തനങ്ങൾ വളരെ മോശമാണ്. ഇപ്പൊ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് സബ് സെന്ററുകളുടെ വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞാൽ നമുക്ക് പത്തനാട് LP സ്കൂൾ മാത്രമാണ് ഗവൺമെന്റ് ഇതിലുള്ളത്. അംഗൻവാടികൾ ഇപ്പൊ പഴയ കുറെ അംഗൻവാടികളുണ്ട്, അതൊക്കെ നവീകരിച്ച് സ്മാർട്ട് അംഗൻവാടിയാക്കുന്ന നടപടിയിലേക്ക് പോകും. LP സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ അടക്കം നല്ല രീതിയിലുള്ള നിലവിലുള്ള പോരായ്മകളെല്ലാം പരിഹരിച്ച് പ്രധാനപ്പെട്ട കാര്യം മുമ്പ് സൂചിപ്പിച്ച ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. ഈ കളിക്കളം എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണ്. കാരണം പന്ത്രണ്ടിന് മെയിൻ റോഡിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ 1 ഏക്കർ സ്ഥലം എടുത്തുകൊണ്ട് ഒരു കളിക്കളം ഉണ്ടാക്കുക. അവിടെ ക്രിക്കറ്റ് അടക്കം ഫുട്ബോളിനുള്ളത്, ഈവനിങ് വോക്ക്, ഒരു ഓപ്പൺ സ്റ്റേജ് അടക്കം ചെയ്താൽ അത് കുട്ടികൾക്ക് ഗുണകരമാവും, ചെറുപ്പക്കാർക്ക്. ഇത് മാത്രമല്ല, മുമ്പ് ഇവിടെ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയങ്ങൾ ഒരുവരെ പരിഹരിച്ചുകൊണ്ട് കുട്ടികൾ മറ്റൊരു ആറ്റിറ്റ്യൂഡിലേക്ക് പോകാനും അവരെ ബോധവൽക്കരിച്ചു കൊണ്ടുപോകാനും കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത LDF പ്രതിനിധിയിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് വീണ്ടും ഒരു ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ സാധിക്കും? ഈ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടത്തുന്നതിനോടൊപ്പം തീർച്ചയായും ഇതുപോലെയുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ ഈ കൊച്ചു ഗ്രാമീണ മേഖലയിലെ എല്ലാ വിഭാഗം വരുന്ന ആളുകളും ഇതേപോലെ പങ്കെടുത്തൊരു ആരോഗ്യകരമായ സംവാദം നടത്താൻ തക്ക നിലയിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം നിലനിർത്തുക എന്നുള്ള ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമാണ് വർത്തമാന കാലഘട്ടത്തിൽ ഞങ്ങൾ തുടർന്നും ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത്. മെച്ചപ്പെട്ട ഒരു ജാതി മത സ്പർദ്ധകളില്ലാത്ത ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ അതേത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ആരോഗ്യപരമായ വിമർശനങ്ങളെ നമുക്ക് സ്വീകരിക്കാനും അത് തിരുത്താനും അതുവഴി മനുഷ്യ സ്നേഹം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായി തീർച്ചയായും ഈ നാട്ടിലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള LDFിൻ്റെ നയപരമായ എല്ലാ കാലത്തെയും വികസന സമീപനം കൃത്യമായും ഞങ്ങൾ തുടരും. അവശേഷിക്കുന്ന ആളുകൾക്ക് വീട് കിട്ടാനുള്ളവർ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കാനുള്ളവർ, മെച്ചപ്പെട്ടതിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുട്ടികൾ, വിദ്യാസമ്പന്നരായിട്ടുള്ള തൊഴിൽരഹിതരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് വിജ്ഞാന നൈപുണിക പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സഹായങ്ങൾ എത്തിക്കൽ, അതുപോലെ തന്നെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. ഇന്ന് കേരളത്തിലെ 45% വരുന്ന ആളുകൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആശുപത്രികളെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും നാട്ടിലെ ആളുകൾ എത്രമാത്രം ഈ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ മേഖലയെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആശ്രയിക്കാവുന്ന കഴിയുന്നു. ആ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ, ഗ്രാമപഞ്ചായത്തിന് കൈമാറിയിട്ടുള്ള എല്ലാ അധികാരങ്ങളും കൃത്യമായി പ്രയോജനപ്പെടുത്തൽ, അങ്ങനെ നാട്ടിലെ ജനങ്ങൾക്ക് സ്വീകാര്യമാകത്തക്ക നിലയിൽ അടുത്ത 5 വർഷക്കാലവും ഈ LDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന 16 വാർഡുകളിലും ഉജ്ജ്വലമായ വിജയം ഈ നാട്ടിലെ ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തയ്യാറുള്ള മാനസികമായ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുകയാണ് എന്ന് ഞങ്ങൾക്ക് ഉത്തമമായ വിശ്വാസമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളുടെ വിനീത ദാസന്മാരായി LDFിൻ്റെ ജനപ്രതിനിധികൾ തുടർന്നും 5 വർഷക്കാലവും ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. അടുത്ത BJP പ്രതിനിധിയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും? നമ്മൾ ടൂറിസം മേഖല ഇതുവരെ കടന്നു വരാത്തതാണ്. ടൂറിസം മേഖലയിൽ എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ സാധിക്കും? നമുക്കിവിടെ നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിൽ ഇപ്പോൾ ലൈഫ് മിഷനിൽ വീട് കിട്ടാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി ഞങ്ങൾ വീട് ഉറപ്പാക്കി കൊടുക്കും. അതായത് നമ്മുടെ കേരളത്തിൽ ഇന്ന് 1,97,759 വീടിനാണ് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി അനുവാദം കിട്ടിയിട്ടുള്ളത്. അത് ഗ്രാമീണ മേഖലയിൽ 1,68,957 വീട് അനുവദിച്ചു. കേരളത്തിലെ 1,34,121 വീട് പൂർത്തീകരിച്ചു. കേരളത്തിൽ അത്രയും വീട് പൂർത്തീകരിച്ചിട്ടുണ്ട്, 1,34,000. അപ്പം
അതൊന്നും ഞാൻ പറയുന്നില്ല. വേഗം പറഞ്ഞോളൂ, നമുക്ക് സമയപരിമിതി ഉണ്ട്. പറഞ്ഞോളൂ. അങ്ങ് ഇതിന്റെ മറുപടി പറയൂ. എനിക്ക് ഒരു മണിക്കൂർ തരണം. അങ്ങ് ഇതിനുള്ള മറുപടി പറയൂ. ഏതൊക്കെ മേഖലയിൽ വികസനം കൊണ്ടുവരാൻ സാധിക്കും? ഏതൊക്കെ മേഖലയിൽ വികസനം കൊണ്ടുവരാൻ സാധിക്കും അങ്ങ് പറയൂ. അപ്പം വീടില്ലാത്തവർക്ക് വീട്, അതുപോലെ തന്നെ കുടിവെള്ളക്ഷാമം, രൂക്ഷമായ കുടിവെള്ളക്ഷാമമുണ്ട്, കുടിവെള്ളക്ഷാമം പരിഹരിക്കും. അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കും. അതുപോലെ തന്നെ സർക്കാർ ആശുപത്രി, ഇപ്പൊ ഈ ഇടയിരിക്കപ്പുഴ ആശുപത്രി പോലുള്ള ആശുപത്രികളുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും. മാലിന്യ നിർമ്മാർജ്ജനം അത് വലിയൊരു വിഷയമാണ്. അതുപോലെ തന്നെ വഴിവിളക്കുകൾ, നമ്മുടെ പഞ്ചായത്തിൽ പല വാർഡുകളിലും വഴിവിളക്കുകളില്ല. അതിൻ്റെ മെയിൻ ലൈന് പണിതുകൊണ്ട് അതിന് ഫണ്ട് വെച്ചുകൊണ്ട് അവിടെ എല്ലാ വാർഡുകളിലും വഴിവിളക്കുകൾ സ്ഥാപിക്കും. ഓക്കെ ഒരു നിമിഷം. ഓക്കെ, അപ്പോൾ നമ്മുടെ 5 വർഷത്തെ കങ്ങഴ ഗ്രാമപഞ്ചായത്തിന്റെ വികസനങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം നമ്മൾ ചർച്ച ചെയ്തു. നമ്മുടെ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ നമുക്ക് ഇനി ഒരു അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പഞ്ചായത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഇല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിന് നൽകുമെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ജനങ്ങൾക്ക് ഗുണകരമാവുന്ന, ജനങ്ങളുടെ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചായത്തിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ചിത്രീകരണവുമായി തൊട്ട അടുത്ത പഞ്ചായത്തിൽ കാണാം. നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. കോ സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി.